നമസ്കാരം. നീല് ആ ഡ്രാഗൺ പൂളിന്റെ അടിയിലേക്ക് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നീലിനൊപ്പം ഇപ്പോ ആ ബ്ലഡ് ഡ്രാഗണും ഉണ്ട്. അവര് താഴെ എത്തുമ്പോൾ രസകരമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. ആ ലിറ്റിൽ ഗോൾഡ് കുറെ അസ്ഥികൂടങ്ങളുടെ നടുക്ക് ഒരു സാധാരണ മനുഷ്യൻ ഇരിക്കും പോലെ അങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും അത് രണ്ട് കാലിൽ ഇരിക്കുകയാണ്. അമ്പരപ്പിക്കുന്നതാണ് ആ രംഗം. നീൽ ആ രംഗത്തിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നീലിന്റെ മുകളിൽ ശരിക്കും പ്രഷർ അനുഭവപ്പെടുകയാണ്. ആ ഡ്രാഗൺ പൂളിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എങ്ങനെ നീല് വരുമ്പോൾ ആ പ്രഷർ കൂടിക്കൂടി വന്നപ്പോഴാണ് നീല് ബ്ലഡ് ഡ്രാഗണെ പുറത്തേക്ക് വിട്ടത്. അതിനുശേഷം പ്രഷർ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും താഴെ അത്യാവശ്യം പ്രഷറുണ്ട്. നീലിന്റെ കൾട്ടിവേഷൻ ലെവലിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം കൊണ്ടാണ് നീൽ യഥാർത്ഥത്തിൽ ആ പ്രഷറിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. നീല് കൗതുകത്തോടെ ലിറ്റിൽ ഗോൾഡിനെ നോക്കുമ്പോൾ ലിറ്റിൽ ഗോൾഡിന്റെ ചുറ്റുമായി പെട്ടെന്നാണ് മിന്നലുകളുടെ ഒരു പ്രളയം ഉണ്ടായത്. ആ മിന്നല് കണ്ടപ്പോൾ തന്നെ നീലിന് ആ മിന്നലിന്റെ ഉറവിടം മനസ്സിലായി. ഡുവാൻ ലിറൻ നീലിന് നൽകിയ ആ ചുവന്ന ബോള് ശരിക്കും ഡിവൈൻ ലൈറ്റനിങ്ങിന്റെ സോഴ്സ് ആയിരുന്നു. ആ ഡിവൈൻ ലൈറ്റനിങ് നീല് സംസ്കരിച്ചെടുക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയപ്പോൾ ആ ലൈറ്റനിങ് പ്രക്രിയ സുഗമമാക്കാനായി ഒരു തുള്ളി രക്തം നൽകിയത് ലിറ്റിൽ ഗോൾഡാണ്. ആരാണോ രക്തം നൽകുന്നത് ആ ആളിലേക്ക് സ്വാഭാവികമായിട്ടും ആ ഡിവൈൻ ലൈറ്റനിങ്ങിന്റെ ശക്തി സംക്രമിക്കുമെന്ന് അന്ന് ലെൻ ക്ലിൻസ്മാൻ നീലിനോട് പറഞ്ഞിരുന്നു. നീൽ അത് ചെയ്താൽ നീലിന് തന്റെ ബോഡിയെ സംരക്ഷിക്കാൻ പറ്റില്ല. നീലിന്റെ ബോഡി തകർന്നു പോകും. നീൽ ശരിക്കും വിഷമിക്കുന്ന ആ സമയത്ത് ക്ലിൻസ്മാൻ നീലിനോട് നീലിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും സംയുക്തമായ ശ്രമം ഉണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് ഉപയോഗിച്ച് അതിനെ സംസ്കരിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും ശരിയാവില്ല എന്ന് നീലിന് തോന്നിയപ്പോഴാണ് ലിറ്റിൽ ഗോൾഡ് ആ രക്തത്തുള്ളി ഉപയോഗിച്ച് ആ ഡിവൈൻ ലൈറ്റനിങ്ങിനെ സ്വയം ഏറ്റെടുത്തത്. ശരിക്കും അന്ന് ലിറ്റിൽ ഗോൾഡ് അല്ല ഉള്ളത്, അന്ന് ആ ബ്ലാക്ക് ടൈഗറാ ഉള്ളത്. ആ കറുത്ത കടുവ ഈ ചെറിയ പൂച്ചയായി മാറിയ ആ സംഭവം പെട്ടെന്ന് നീളുടെ മനസ്സിലേക്ക് കയറി വരികയാണ്. ലിറ്റിൽ ഗോൾഡ് ആയി മാറിയ ആ ബ്ലാക്ക് ടൈഗറിന്റെ ഉള്ളിലേക്ക് കയറിയ ആ ലൈറ്റനിങ് ഇതാ പുറത്തേക്ക് വരികയാണ്. അത് മാത്രമല്ല പുറത്തേക്ക് വരുന്നത്, ലിറ്റിൽ ഗോൾഡ് ആ 100 പടികളിലെയും അതിശക്തമായ ഊർജത്തെ ആവാഹിച്ച് എടുത്തുകൊണ്ടാണ് മുകളിൽ ആ പൂളിൽ എത്തിയിരിക്കുന്നത്. ആ പടികളിലുള്ളത് മൈറ്റി എക്സ്പെർട്ടുകളുടെ ഊർജമാണ്. ബ്ലാക്ക് ഡ്രാഗൺ ബ്ലഡുമായി കണക്ട് ചെയ്ത എനർജി വലിച്ചെടുക്കും പോലെ ഫോർമേഷനുകളുമായി ബന്ധപ്പെട്ട എനർജി വലിച്ചെടുക്കാൻ ലിറ്റിൽ ഗോൾഡിന് അസാമാന്യമായ ഒരു ശേഷിയുണ്ട്. ശരിക്കും ആ എനർജി ആ ലിറ്റിൽ ഗോൾഡിന്റെ ഭക്ഷണം ആണ് എന്ന് തന്നെ പറയാം. നീല് അമ്പരപ്പോടെയാണ് ലിറ്റിൽ ഗോൾഡിന്റെ ആ ആക്ടിവിറ്റിയെ കണ്ടിട്ടുള്ളത്. പക്ഷെ ലിറ്റിൽ ഗോൾഡ് വലിച്ചെടുത്തിരിക്കുന്ന ആ ഊർജം ലേശം കൂടിപ്പോയതിന്റെ ഒരു പ്രതിഫലനമാണ് ഇതാ ഇപ്പൊ നീല് കാണുന്നത്. ലിറ്റിൽ ഗോൾഡിന്റെ പുറത്തുനിന്ന് വൻതോതിൽ പ്രകാശം മിന്നലുകളായി പുറത്തേക്ക് വരുമ്പോൾ ലെൻ ക്ലിൻസ്മാൻ നീലിനോട് പറഞ്ഞു, നീൽ മൈറ്റി എക്സ്പെർട്ടുകളുടെ ശക്തി പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ലെൻ ക്ലിൻസ്മാൻ പറയുമ്പോൾ ആ ലിറ്റിൽ ഗോൾഡിന്റെ ചുറ്റുമുണ്ടായിരുന്ന അസ്ഥികൂടങ്ങൾക്ക് പെട്ടെന്ന് ജീവൻ വെച്ചതുപോലെ ഒരു അനക്കം. അതെ, അത് വെറുതെ അനങ്ങിയതല്ല, ശരിക്കും ആ അസ്ഥികൂടങ്ങൾ തറയുന്ന് എണീക്കുകയാണ്. ലിറ്റിൽ ഗോൾഡിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ഊർജം ആ അസ്ഥികൂടങ്ങളെ എണീപ്പിക്കുമ്പോൾ ശരിക്കും ആരായാലും ഒന്ന് അമ്പരന്ന് പോകും. നീലും ആ ബ്ലാക്ക് ഡ്രാഗണും ആ കാഴ്ച കാണുകയാണ്. ബ്ലാക്ക് ഡ്രാഗൺ ശരിക്കും ഇങ്ങനെ അജിറ്റേറ്റായി നിൽക്കുന്ന കണ്ടതും നീല് ബ്ലാക്ക് ഡ്രാഗണോട് പറഞ്ഞു, ഏയ് ബ്ലാക്ക് ഡ്രാഗൺ, വേഗം നിന്റെ പണി തുടങ്ങിക്കും. ബ്ലാക്ക് ഡ്രാഗന്റെ പണി അതിനകത്ത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ബ്ലാക്ക് ഡ്രാഗണ് നന്നായിട്ട് അറിയാം. അത് ശരിക്കും ഇങ്ങനെ അടക്കി പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇഷ്ടം പോലെ എനർജി ആ പൂളിനകത്തുണ്ട്. ശരിക്കും ഈ ഡ്രാഗൺ പൂള് ഒരു ബ്ലഡ് ഡ്രാഗൺ പൂളാണെന്ന് പറയാം. ആ ഡ്രാഗൺ പൂളിനകത്തുള്ള എനർജി വലിച്ചെടുക്കാനുള്ള ഉത്തരവ് കിട്ടിയതും ഡ്രാഗൺ ഒരൊറ്റ കുതിപ്പ്. നീലിൽ നിന്ന് കുറച്ചു മാറി ആ ബ്ലഡ് ഡ്രാഗൺ ആ പൂളിലെ എനർജി വലിച്ചെടുത്തു തുടങ്ങി. അത് എനർജി വലിച്ചെടുത്ത് തുടങ്ങിയ ആ നിമിഷത്തിൽ പൂള് വല്ലാതെ വയലന്റായി വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ വൈബ്രേഷൻ താഴ്ന്ന മുകളിലേക്ക് അങ്ങനെ ഇടിച്ച് കയറുന്നതോടുകൂടി ആ വൈബ്രേഷന്റെ ശക്തി ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിക്കാനും തുടങ്ങി. ആ പൂളിന് അല്ലാതെ തന്നെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു വൈബ്രേഷൻ പ്രത്യേകത. ആ അനക്കം മുകൾ തട്ടിൽ ഈ സമയത്ത് കൾട്ടിവേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്ന സ്വിഗ്നയും വിയങ്ങും കൂടുള്ള ആളുകളൊക്കെ അറിയുന്നുണ്ട്. ശക്തമായ തിരകൾ ആ കുളത്തിന്റെ മുകൾ ഭാഗത്ത് വന്നടിക്കുകയാണ്. അതിശക്തമായ തിരകളുള്ള കടൽത്തരത്ത് നമ്മൾ നിൽക്കുമ്പോൾ തിരകൾ അടിച്ചു കയറുന്ന പോലെ ആ കുളത്തിനകത്തുനിന്ന് ഓളങ്ങൾ ഉണ്ടാവുകയാണ്. ആ ഓളം ആ കൾട്ടിവേഷൻ ചെയ്യുന്ന ആ യുവാക്കളെ അക്ഷരാർത്ഥത്തിൽ എടുത്ത് മുകളിലേക്ക് എറിയുകയാണ്. ആ കുളത്തിലെ കൾട്ടിവേഷൻ അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല എന്ന് വ്യക്തമാക്കുന്ന രംഗങ്ങളാണ്
ആ കുളത്തിന്റെ മുകൾ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഏകദേശം ഒരു 100 സ്ക്വയർ മീറ്റർ വലിപ്പത്തിലുള്ള വലിയൊരു കുളമാണ് ഈ ഡ്രാഗൺ പൂൾ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് ഒരേ സമയത്ത് ആ കുളത്തിന്റെ മുകളിൽ കൾട്ടിവേറ്റ് ചെയ്യും. ആ കുളത്തിന്റെ മുകളിലേക്ക് തിര ഇങ്ങനെ അടിച്ചു കയറുകയും അതിനകത്ത് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളെ മുകളിലേക്ക് എടുത്ത് പൊക്കി എറിയുകയും ചെയ്യുന്ന ആ കാഴ്ച അവിടേക്ക് ഓടിയെത്തിയ മിസ്റ്റർ ജിൻസൺ കാണുകയും ചെയ്തു. ജിൻസണിനൊപ്പം അയാളുടെ സഹായികളുമുണ്ട്. അവരും ആ കാഴ്ച കണ്ടു. ഇതെന്താ ഇങ്ങനെ? ജിൻസൺ ഇത് ആദ്യമായിട്ടല്ല അവിടേക്ക് ആളുകളെ കൊണ്ടുവരുന്നത്. ഓരോ 10 കൊല്ലം കൂടുമ്പോഴും പുതിയ പുതിയ ജീനിയസുകളെ അവിടെ ആ ഡ്രാഗൺ പൂളിലേക്ക് കൊണ്ടുവരുന്ന ഒരു പതിവ് ജിൻസനുണ്ട്. ആ പതിവ് അനുസരിച്ച് ഇവിടെ ഇപ്പൊ എത്തിയ ജിൻസൺ കാണുന്നത് അതിശക്തമായുള്ള തിരയിടിയാണ്. ഇത്രയും ശക്തിയോടെ ആ ഡ്രാഗൺ പൂളിലെ തിരകൾ ഇതിനു മുമ്പ് അടിക്കുന്നത് ജിൻസൺ കണ്ടിട്ടില്ല. ആ ഡ്രാഗൺ പൂളിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, തിരയടിക്കുന്ന പ്രത്യേകത. നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഈ തിരയുള്ള പൂളുകളുണ്ടാവും. അതേപോലെ ഒരു സംവിധാനം ഇവിടെ ഈ പൂളിനുമുണ്ട്. ഒരു ഭാഗത്തു നിന്ന് മറുഭാഗത്തേക്ക് ശക്തമായി തിരയടിച്ചു വരും. ആ തിരയടിക്കുമ്പോൾ അവസാന ഭാഗത്തൊക്കെ ഉള്ള ആളുകൾ ആ തിരയിൽ ഒരുപാട് മുകളിലേക്ക് പോകുകയും ചെയ്യും. ജിൻസൺ ആ കാഴ്ച കണ്ടതും ആ കുളത്തിലുള്ള ആളുകളോടായി പറഞ്ഞു, നോക്ക്, നിങ്ങളുടെ കൾട്ടിവേഷൻ നിങ്ങൾ അതിവേഗം പൂർത്തീകരിക്കണം. 3 ദിവസത്തെ സമയമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിലും കണ്ടിടത്തോളം അത്രയും സമയം നിങ്ങൾക്ക് പിടിച്ചു നീക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്രാവശ്യം എന്തോ കാരണങ്ങൾ കൊണ്ട് ഡ്രാഗൺ പൂള് വല്ലാതെ വയലന്റ് ആയിരിക്കുകയാണ്. ആ ഡ്രാഗൺ പൂളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്നും ആ രഹസ്യങ്ങളാണ് ആ പൂളിന് ഇത്രയും ശക്തി നൽകുന്നതെന്നും ജിൻസന് അറിയാം. അതറിയാവുന്ന ജിൻസൺ ആ പൂളിനകത്തേക്ക് ഇപ്പൊ നോക്കുന്നത് സാക്ഷാൽ നീൽ ഗ്രീയാണ്. നീലിനെയും നീലിനൊപ്പമുള്ള ആ പൂച്ചയും കാണാനില്ല. അവൻ എവിടെ പോയി കാണും? അങ്ങനെ തോന്നിയതും അയാളുടെ സഹായികൾക്കൊപ്പം ആ ഡ്രാഗൺ പൂളിന് ചുറ്റുമുള്ള സ്ഥലമെല്ലാം പരിശോധിച്ചു തുടങ്ങി. ഡ്രാഗൺ പൂളിന് ചുറ്റും ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ആ വലിയ പൂളിന് ചുറ്റുമുള്ള ബിൽഡിങ്ങുകളിലും അനുബന്ധ സ്ഥലത്തുമൊക്കെ നീൽഗിരിക്ക് വേണ്ടി ഒരു അന്വേഷണം ജിൻസനും അയാളുടെ സഹായികളും ചേർന്ന് നടത്തിയപ്പോൾ അവർക്ക് ഒരു കാര്യം ബോധ്യമായി, അവിടെ ഒന്നും നീലില്ല. നീല് മുകളിലേക്ക് വന്നത് ആ ഡ്രാഗൺ പൂളിലെ എനർജി ലക്ഷ്യമിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നീൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ആ പൂളിലാണ്. പക്ഷെ പൂളിന്റെ മുകൾ ഭാഗത്തൊന്നും നീലില്ല. നീല് ആ പൂളിനകത്തേക്ക് മുങ്ങിയിരിക്കുകയാണ്. മുകളിൽ തന്നെ ശക്തമായ തിരയുള്ള സ്ഥിതിക്ക് അകത്ത് എന്തായിരിക്കും അവസ്ഥ? അവൻ മിക്കവാറും പെട്ടുകയാണ്. അങ്ങനെ ഒരു ചിന്തയാണ് ജിൻസൺ അയാളുടെ സഹായികളുമായി പങ്കുവയ്ക്കുന്നത്. ജിൻസനും സഹായികളും നീൽഗിരിയെ അന്വേഷിക്കുമ്പോൾ ശരിക്കും ജി സീക്വിനെയും വിയങ്ങും അതേ കാര്യം ചെയ്യുകയാണ്. അവർ കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ശ്രമകരമായി പിടിച്ചു നിന്നുകൊണ്ട് തന്നെ അവരുടെ കണ്ണുകൾ നീലിന് വേണ്ടി ചുറ്റും പരതുകയാണ്. അവർക്ക് മുന്നേ നീൽ അവിടെ എത്തിയെന്നുള്ള കാര്യം അവർക്കറിയാം. പക്ഷെ നീൽ അവിടെ പോയി, നീലിന്റെ പൊടി പോലുമില്ല അവിടെയൊന്നും. അവര് നീലിനെ അങ്ങനെ കണ്ണുകൾ കൊണ്ട് പരതുമ്പോൾ താഴെ ആ പൂളിന്റെ അടിയിൽ എണീറ്റ് കഴിഞ്ഞ അസ്ഥികൂടങ്ങളിൽ ഒരെണ്ണം നീലിന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. നീല് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നോക്കുമ്പോഴാണ് ആ അസ്ഥികൂടം നീലിന്റെ മുന്നിലേക്ക് വന്നത്. മുന്നിലേക്ക് വന്ന ആ അസ്ഥികൂടം നീലിനെ ആക്രമിക്കാനായി തുനിഞ്ഞതും നീല് അതിനെ തിരിച്ച് അറ്റാക്ക് ചെയ്തു. നീലിന് ആ അസ്ഥികൂടം ഒരു വിഷയമേ ആയിരുന്നില്ല എന്നാണ് സത്യം. അതിവേഗം ആ അസ്ഥികൂടം കഷ്ണങ്ങളായി അങ്ങ് ചിതറി. ആ അസ്ഥികൂടം കഷ്ണങ്ങളായി ചിതറിയ ആ നിമിഷത്തിനെ അടുത്ത അസ്ഥികൂടങ്ങൾ നീലിന്റെ അടുത്തേക്ക് വന്നു. നീല് ആ അസ്ഥികൂടങ്ങളുമായി അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീലിന്റെ ഇടിയേറ്റ് ആ അസ്ഥികൂടങ്ങൾ ചിതറി വീഴുമ്പോൾ ഇതൊന്നും നോക്കാതെ ഒരു ഭാഗത്ത് ലിറ്റിൽ ഗോൾഡും മറുഭാഗത്ത് ആ ബ്ലഡ് ഡ്രാഗണും അവിടെയുള്ള എനർജി വലിച്ചെടുക്കുകയാണ്. ആ എനർജി വലിച്ചെടുക്കുന്ന പ്രക്രിയ നടക്കുന്നതിനിടയിൽ തന്നെ ലിറ്റിൽ ഗോൾഡിന്റെ ബോഡിയിൽ നിന്ന് ഇഷ്ടംപോലെ മിന്നൽ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ മിന്നലുകൾക്കൊപ്പം അത് പുറത്തേക്ക് വിടുന്നത് ആ മൈറ്റി എക്സ്പെർട്ടുകളുടെ ഊർജം കൂടിയാണ്. ശരിക്കും ആ ഊർജം ആ ലിറ്റിൽ ഗോൾഡ് ഇരിക്കുന്ന ആ മേഖലയിൽ വ്യാപിച്ച് വരുമ്പോൾ അവിടെ ആ താഴെ നിന്ന് മുകളിലേക്ക് ഉയരുന്ന ആ വേവ്സിന്റെ ശക്തിയും വർദ്ധിക്കുകയാണ്. വൻതോതിൽ ആ തിരമാലകളുടെ ശക്തി വർദ്ധിപ്പിക്കത്തക്ക ശൈലിയിൽ ഒരു പ്രഷർ മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു വരികയാണ്. ടൺ കണക്കിന് മൈറ്റി എക്സ്പെർട്ടുകളുടെ ഊർജത്തെ വലിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്ന ലിറ്റിൽ ഗോൾഡ് അതിന്റെ ശരീരത്തിന് ആ മൈറ്റി എക്സ്പെർട്ടുകളുടെ ഊർജം താങ്ങാൻ പറ്റില്ല എന്ന് ബോധ്യമായപ്പോൾ അത് പുറത്തേക്ക് കളയുന്നതാണ്. അതും നേരത്തെ തന്നെ അതിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന ആ ഡിവൈൻ ലൈറ്റ്നിങ്ങും ഒന്നിച്ച് പുറത്തേക്ക് വരുമ്പോൾ അത് ചുറ്റുമുള്ള ആ വെള്ളത്തെ വലതങ്ങ് ചൂടാക്കുകയാണ്. തൽഫലമായി ചൂട് വെള്ളമാണ് മുകളിലേക്ക് ഉയരുന്നത്. അൺബിലീവബിളായ വേഗതയിൽ ആ ചൂടുവെള്ളം മുകളിലേക്ക് പാഞ്ഞു കയറുമ്പോൾ മുകളിലടിക്കുന്ന തിരയുടെ ശക്തി അങ്ങ് വർദ്ധിക്കുകയാണ്. നീൽഗിരി കൗതുകത്തോടെ ഈ കാഴ്ചകൾ നോക്കുന്നതിനിടയിൽ ആ സ്കെലറ്റനുകളെ നിഷ്പ്രയാസം പൊളിച്ചടക്കുന്നുമുണ്ട്. നീല് ശരിക്കും ലിറ്റിൽ ഗോൾഡിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം
ലിറ്റിൽ ഗോൾഡിന്റെ മുഖത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ്. ലിറ്റിൽ ഗോൾഡിന്റെ പുറത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ആ പ്രകാശത്തിന്റെ ശൈലി ഒന്ന് മാറുകയാണ്. അതിന്റെ ബോഡിയിൽ നിന്ന് പതുക്കെ പതുക്കെ പുറത്തേക്ക് വരുന്ന പ്രകാശം 2 നിറങ്ങളായി മാറിക്കഴിഞ്ഞു. ഒരുപാട് മിന്നലുകൾ ആ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ ആ മിന്നലുകളെല്ലാം ചുവപ്പും നീലയും ഇടകലർന്ന മുകളിലേക്ക് വരുന്നത്. പെട്ടെന്നാണ് ആ പുറത്തേക്ക് വരുന്ന മിന്നലുകൾക്ക് കൃത്യമായ ഒരു ദിശ ഉണ്ടാകുന്നത്. ദിശ മാത്രമല്ല, ഒരു രൂപവും ഉണ്ടാവുകയാണ്. ആ ലിറ്റിൽ ഗോൾഡിന്റെ പുറത്തുനിന്ന് 2 പ്രകാശ ബീമുകൾ മുകളിലേക്ക് അതിവേഗം കുതിക്കുകയാണ്. ഒന്ന് നീല നിറത്തുള്ള ബീം, മറ്റൊന്ന് ചുവപ്പ് നിറത്തുള്ള ബീം. താഴ്ന്ന മുകളിലേക്ക് റോക്കറ്റുകൾ മുകളിലേക്ക് കുതിച്ചു പോകും പോലെ നീല നിറത്തിലും ചുവന്ന നിറത്തിലുള്ള ആ പ്രകാശം മുകളിലേക്ക് അങ്ങനെ ഇടിച്ചു പൊങ്ങുകയാണ്. ശരിക്കും ഒരാൾ കൈവിടർത്തി പിടിച്ചാൽ പിടി കിട്ടാത്ത അത്രയും വലിപ്പമുള്ള ഒരു തൂണിന്റെ അത്രയും വലിപ്പത്തിലാണ് ആ പ്രകാശം മുകളിലേക്ക് അങ്ങനെ കുതിച്ചു പായുന്നത്. നീല നിറത്തിലും ചുവപ്പ് നിറത്തിലുള്ള 2 തൂണുകൾ അതങ്ങനെ മുകളിലേക്ക് കുതിച്ചു പാഞ്ഞ് മുകൾ തട്ടിലെത്തിയപ്പോൾ കഷ്ടകാലത്തിന് ആ ബീമിന്റെ തൊട്ട് മുകളിലായി ഒരു ചെറുപ്പക്കാരൻ കൾട്ടിവേറ്റ് ചെയ്യായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ പുറത്തേക്കാണ് ആ പ്രകാശം വന്നിടിച്ചത്. ആ പ്രകാശം ആ ചെറുപ്പക്കാരന്റെ പുറത്തിടിച്ചതും അവൻ കഷ്ണങ്ങളായി ചിതറുന്ന, ഞെട്ടിപ്പിക്കുന്ന, അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച ആ പൂളിന്റെ മുകളിലുണ്ടായി. ഈ കാഴ്ച ജിൻസനും കണ്ടു. ജിൻസൺ അനവധി തവണ അവിടെ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ ശൈലിയിൽ പ്രകാശ ബീമുകൾ മുകളിലേക്ക് വരുന്നൊരു പ്രവണത ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം തിരമാലകളുടെ ശക്തി കൂടി. പിന്നെ ഇതാ പ്രകാശ ബീമുകളും താഴ്ന്ന മുകളിലേക്ക് വരികയാണ്. ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഒരു പിടിയും കിട്ടാതെ ജിൻസൺ അമ്പരപ്പോടെ ആ രക്തം ചിതറിയിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കിയിട്ട് ആ വെള്ളത്തിലുള്ള ആളുകളോടായി പറഞ്ഞു, നോക്ക്, അപകടം അടുത്തു വരികയാണ്. എന്തെങ്കിലും സൂചന അന്നേക്ക് തോന്നുകയാണെങ്കിൽ ആ നിമിഷം കരയിലേക്ക് ജമ്പ് ചെയ്തോളണം. 10 വർഷം കാത്തിരുന്നിട്ടാണ് അതിനകത്തുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്നത്. പക്ഷേ ആ ഓപ്പർച്യൂണിറ്റിക്ക് ഒപ്പം ഇതാ അപകടം കൂടെ വന്നിരിക്കുകയാണ്. ആ അപകടം തങ്ങളുടെ കൂടെ ഉണ്ടെന്ന് സ്വിഗ്നയ്ക്കും വിയങ്ങിനും കൂടെയുള്ള ബാക്കിയുള്ള ആളുകൾക്കും അറിയാം. പക്ഷെ അവർക്ക് ആ പൂള് വിട്ടുപോകാൻ ഒരു മടി. അങ്ങനെ ആർക്കെങ്കിലും കിട്ടുന്ന ഒരു അവസരമല്ല അവർക്ക് കിട്ടിയിരിക്കുന്നത്. 750 ആളുകൾ മത്സരിച്ചപ്പോൾ ആ 10 പേർക്ക് മാത്രമാണ് അവസരം കിട്ടിയത്. ആ ബാക്കി 740 ആളുകളെയും പരാജയപ്പെടുത്തി അവിടെ എത്തിയിരിക്കുന്ന അവർക്ക് ആ പൂളിലെ ആ അവസരം അങ്ങ് കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഇതിനിടയിൽ തന്നെ പലരും അവരുടെ ലെവലുകളിൽ ബ്രേക്ക് ത്രൂകൾ നേടിക്കഴിഞ്ഞു. ശരിക്കും കുള്ളൻ മലനിരകളിൽ എവിടെ ഉള്ളതിനേക്കാളും 100 ടൈംസ് ശക്തിയുള്ള സ്പിരിച്വൽ എനർജി ആ പൂളിനകത്തുണ്ട്. ആ പൂളിനകത്തുള്ള ആ എനർജി അവരുടെ ബ്രേക്ക് ത്രൂ അതിവേഗമാക്കുകയാണ്. സ്വിഗ്നയും വിയങ് ഉൾപ്പെടെ എല്ലാവരും അതിവേഗം ഓരോ ചെറിയ മൈനർ ലെവലുകൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ പൂള് അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റില്ല. പരമാവധി നേരം പിടിച്ചു നീക്കാൻ ആ കുട്ടികൾ ശ്രമിക്കുമ്പോൾ താഴെ ആ ലിറ്റിൽ ഗോൾഡിന്റെ ബോഡിയിൽ നിന്നുള്ള ആ നീലപ്രകാശവും ചുവന്ന പ്രകാശവും ബീമുകളായി മുകളിലേക്ക് പോയിരുന്നത് ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റൊരു കുഴപ്പമുണ്ട്. ആ ചുവപ്പും നീലയും കലർന്ന പ്രകാശം ലിറ്റിൽ ഗോൾഡിന്റെ ബോഡി മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. തൽഫലമായി ആ അടിത്തട്ട് മുഴുവൻ ഏതാണ്ട് പ്രകാശത്തെ കുളിച്ചിട്ടുണ്ട്. ശരിക്കും ആ അടിത്തട്ടിൽ ആ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുമ്പോൾ നീൽഗിരി രസമുള്ള ഒരു കാഴ്ച കാണുകയാണ്. പൊളിഞ്ഞുപോയ ഒരു കൊട്ടാരത്തിനകത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പണ്ടെങ്ങോ വലിയ സംഭവമായിരുന്ന ഒരു കൊട്ടാരത്തിനകത്ത് ഇപ്പോ നിറയെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ആ വെള്ളത്തിന് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പവറുണ്ട്. ഡ്രാഗൺ എനർജിയും ബ്ലഡ് എനർജിയും മറ്റെന്തൊക്കെയോ എനർജികളൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അവിടേക്ക് ആളുകൾ എത്തുന്നത്. അകത്ത് ഈ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാം. എപ്പോഴോ അവിടെ വളരെ ഭംഗിയായി ഒരു ഭരണം നടന്നിരുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ആ കൊട്ടാരത്തിലേക്ക് നോക്കുമ്പോൾ കാണാനുണ്ട്. നീല് ആ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളിലേക്ക് അങ്ങനെ ഒന്ന് കണ്ണോടിക്കുമ്പോഴാണ് കാതടപ്പിക്കുന്ന ഒരു അലർച്ച കേൾക്കുന്നത്. അലർച്ച ലിറ്റിൽ ഗോൾഡിന്റെ വകയാണ്. ശരിക്കും അതിന്റെ ആ അലർച്ച വൻ ശബ്ദമായി താഴ്ന്ന മുകളിലേക്ക് പ്രസരിക്കുകയും ചെയ്തു. മുകൾ തട്ടിലുള്ള ആ കുട്ടികളൊക്കെയും ആ അലർച്ച കേട്ട് ശരിക്കും ഭയന്നു എന്ന് പറയാം. ആ കുളത്തിനടിയിൽ ഭീമാകാരമായ ഏതോ ജീവിയുണ്ട്. ആ ജീവിയുടെ ഒച്ചയാണ് മുകൾ തട്ടിലേക്ക് വരുന്നത്. ജിൻസനും ഈ ശബ്ദം കേട്ടു. അയാൾക്ക് ശരിക്കും ഒരു അമ്പരപ്പുണ്ട്. ഡ്രാഗൺ പൂൾ എന്നാണ് ആ പൂളിനെ വിളിക്കുക. ഏതോ ഒരു മൈറ്റി ഡ്രാഗന്റെ ഊർജം ആ പൂളിനകത്ത് ഉണ്ടെന്നാണ് സങ്കല്പം. പക്ഷെ ഇപ്പോ ജീവിതത്തിൽ ആദ്യമായി അയാൾ താഴെ നിന്ന് വല്ലാത്തൊരു അലർച്ച കേൾക്കുകയാണ്. ആ ഡ്രാഗന്റെ അലർച്ചയാണോ താൻ കേട്ടത്? അങ്ങനെ ജിൻസൺ ആലോചിക്കുമ്പോൾ അവിടെ കൾട്ടിവേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്ക് ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അവര് ആ അലർച്ച നിന്നതും വീണ്ടും കൾട്ടിവേറ്റ് ചെയ്തു തുടങ്ങി. നീൽഗിരിയെ ആക്രമിച്ചുകൊണ്ടിരുന്ന ആ അസ്ഥികൂടങ്ങളൊക്കെ നിശ്ചലമായതും ആ കുളത്തിനകത്ത് അവർ 3 പേരേ ഉള്ളൂ. ലിറ്റിൽ ഗോൾഡും ബ്ലഡ് ഡ്രാഗണും പിന്നെ നീൽഗിരിയും.
അസ്ഥികൂടങ്ങളുടെ ശല്യം തനിക്കിനി ഉണ്ടാവില്ലെന്ന് തോന്നിയതും നീല് ലിറ്റിൽ ഗോഡിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. ലിറ്റിൽ ഗോഡ് ഇപ്പോഴും അതിശക്തമായി ആ പ്രകാശം ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തേക്ക് നീൽ എത്തിയതും പെട്ടെന്ന് ഒരു ശബ്ദം, അടുത്തേക്ക് വരരുത്. ആ ശബ്ദം കേട്ട നീല് അറിയാതെ അങ്ങ് നിന്നു പോവുകയാണ്. ആ ശബ്ദം വന്നിരിക്കുന്നത് ലിറ്റിൽ ഗോഡിന്റെ ഭാഗത്തു നിന്നാണ്. ലിറ്റിൽ ഗോഡാണ് സംസാരിച്ചിരിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കും? ലിറ്റിൽ ഗോഡ് സംസാരിച്ചിരിക്കുന്നത് മനുഷ്യരുടെ ഭാഷയിലാണ്. അത് ആത്യന്തികമായി ഒരു മൃഗമാണ്. മൃഗം എങ്ങനെ മനുഷ്യരുടെ ഭാഷയിൽ സംസാരിക്കും? ആ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും നീലിന്റെ മനസ്സിലേക്ക് വന്നു. നീൽ അമ്പരപ്പോടെ ലിറ്റിൽ ഗോഡിനെ നോക്കുമ്പോൾ ലിറ്റിൽ ഗോഡിന്റെ ശബ്ദം നീൽ പിന്നെയും കേട്ടു. ഏയ് വേഗം മാറ്, വേഗം ദൂരേക്ക് മാറ്. അങ്ങനെ ലിറ്റിൽ ഗോഡ് പറയുമ്പോൾ അതിന്റെ ബോഡിയിൽ നിന്ന് അതിശക്തമായ ഊർജം പുറത്തേക്ക് ജമ്പ് ചെയ്യാൻ പോകുന്ന പോലെ ഒരു ഫീല് നീലിനുണ്ടായി. നീല് വേഗം പുറകോട്ട് മാറുമ്പോൾ ആ ചുറ്റും ഒരു സ്ഫോടനം ഉണ്ടാവുകയാണ്. ലിറ്റിൽ ഗോഡിന്റെ ബോഡിക്കുള്ളിൽ നിന്ന് വൻതോതിൽ ഊർജം ആ ചുറ്റുപാടേക്ക് അങ്ങനെ വ്യാപിച്ചു. നീല ഒത്തിരി പുറകോട്ട് മാറ്റപ്പെട്ടു. നീല് അമ്പരപ്പോടെ ലിറ്റിൽ ഗോഡ് നിന്ന ഭാഗത്തേക്ക് നോക്കുമ്പോൾ ലിറ്റിൽ ഗോഡ് എണീറ്റ് കഴിഞ്ഞു. അതിന്റെ കണ്ണുകളിൽ വല്ലാത്ത മാറ്റം. ഒരു കണ്ണിന്റെ നിറം നീല, മറ്റേ കണ്ണിന്റെ നിറം ചുവപ്പ്. രണ്ട് കണ്ണുകളിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വരികയാണ്. രണ്ട് തരത്തിലുള്ള കണ്ണുകളുള്ള ഒരു ജീവിയായി ഇതാ ലിറ്റിൽ ഗോഡ് മാറുകയാണ്. ലിറ്റിൽ ഗോഡിന് 7 തരത്തിലുള്ള പരിണാമങ്ങൾ ഉണ്ടാകുമെന്നാണ് ലിൻ ക്ലിൻസ്മാൻ നീലിനോട് പറഞ്ഞിരിക്കുന്നത്. ഇത് ആദ്യത്തെ പരിണാമമാണോ? ലിറ്റിൽ ഗോഡിന്റെ കണ്ണുകളുടെ നിറം മാറിയത് കണ്ട നീല് അങ്ങനെയാണ് ആലോചിച്ചത്. പക്ഷെ അടുത്ത നിമിഷത്തിൽ നീല് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ലിറ്റിൽ ഗോഡിന്റെ ഓറഞ്ച് നിറം പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. ഇപ്പോ ആ പൂച്ചയുടെ നിറം ഏതാണ്ട് ഗ്രേ നിറമാണ്. ചാര നിറത്തിലുള്ള ലിറ്റിൽ ഗോൾഡിന്റെ കണ്ണുകൾക്ക് വ്യത്യസ്ത നിറങ്ങളുമാണ്. 7 പരിണാമങ്ങളിൽ ഒന്ന് ഇതാ സംഭവിച്ചിരിക്കുകയാണ്. ആത്യന്തികമായി ലിറ്റിൽ ഗോൾഡ് എത്താൻ പോകുന്ന രൂപം ഏതാണെന്ന് നീല് നേരത്തെ കണ്ടിട്ടുണ്ട്. ആ രൂപത്തിലേക്ക് ലിറ്റിൽ ഗോൾഡിനെ എത്താൻ ഒരുപാട് ദൂരമുണ്ടെന്ന് നീലിന് അറിയാം. നീല് വല്ലാത്തൊരു കൗതുകത്തോടെ ലിറ്റിൽ ഗോഡിനെ നോക്കുമ്പോൾ ലിറ്റിൽ ഗോഡ് ആ പോയിന്റിൽ നിന്ന് എണീറ്റ് നീൽ നേരെ ഒരൊറ്റ കുതിപ്പ്. തനിക്ക് നേരെ കുതിച്ചു വരുന്ന ലിറ്റിൽ ഗോഡിനെ കണ്ടപ്പോൾ നീലിന് സന്തോഷമായി. നീല് ലിറ്റിൽ ഗോഡ് തന്റെ ഷോട്ടിലേക്ക് ചാടി കയറുമെന്ന് കരുതിയ ആ നിമിഷത്തിലാണ് നീലിന്റെ മുന്നിലേക്ക് പാഞ്ഞു വന്ന ലിറ്റിൽ ഗോഡ് അതിന്റെ കുഞ്ഞു കൈ കൊണ്ട് ഒരൊറ്റ അടിയേറ്റ് നീല് തെറിച്ചു. ശരിക്കും 10-20 അടി ദൂരേക്ക് നീല് തെറിച്ച് വീഴുകയായിരുന്നു. ലിറ്റിൽ ഗോഡിന്റെ കൈക്ക് വല്ലാത്തൊരു പവർ. ഒരു പരുവത്തിൽ ചാടി എണീറ്റ നീൽഗിരി ലിറ്റിൽ ഗോഡിനോട് ചോദിച്ചു, ഏയ് ലിറ്റിൽ ഗോഡ്, എന്തായി കാണിക്കുന്നത്? അങ്ങനെ നീല് ചോദിക്കുമ്പോൾ അത് പിന്നെയും മുന്നോട്ട് വരികയാണ്. മുന്നോട്ട് വരുന്ന ആ ലിറ്റിൽ ഗോഡ് നീലിനോട് പറഞ്ഞു, നമുക്ക് ഫൈറ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അത് 2 കൈയും ചുരുട്ടി നീലിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നൊരു ഒറ്റ ഇടി. നീലൊരു പരുവത്തിലാ ഡിഫെൻഡ് ചെയ്തത്. എന്നിട്ട് നീല് പുറകോട്ട് തെറിച്ചു. പക്ഷേ പുറകോട്ട് തെറിച്ച നീലിന് ഉള്ളിന്റെ ഉള്ളിൽ ഒരു സുഖം തോന്നി. അങ്ങനെ തോന്നിയതും നീൽഗിരി ചാടി എണീറ്റ് ലിറ്റിൽ ഗോഡിനെ നോക്കി ശക്തമായി ഒന്ന് പഞ്ച് ചെയ്തു. ലിറ്റിൽ ഗോഡ് പ്രതീക്ഷിച്ചതുപോലെ നീല് തിരിച്ചു പഞ്ച് ചെയ്തും ലിറ്റിൽ ഗോഡ് നീലിനെ തിരിച്ചു പഞ്ച് ചെയ്യാണ്. ആ നിമിഷം മുതൽ അവിടെ ആ കുളത്തിന്റെ അടിയിൽ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒരു തമാശയ്ക്കാണ് നീല് ആ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ സമയം മുന്നോട്ട് പോകുന്തോറും നീല് പെട്ടതുപോലെയായി. ലിറ്റിൽ ഗോഡ് നീലിന്റെ ദേഹം ഏതാണ്ട് കീറി മുറിക്കുകയാണ്. അതിന്റെ നഖങ്ങൾ അതിന്റെ ആ വിരലുകളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ആ നഖങ്ങൾ ഉപയോഗിച്ച് ലിറ്റിൽ ഗോഡ് നീലിനെ മാന്തുകയും അതുകൊണ്ട് അടിക്കുകയൊക്കെ ചെയ്യുകയാണ്. നീല് ശരിക്കും പാടുപെട്ടാണ് അതിന്റെ ആ ലീതൽ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുന്നത്. പക്ഷെ നീലിന് വേണമെങ്കിൽ ഡ്രാഗൺ സ്ലെയിങ് സോഡ് ഉപയോഗിച്ച് ആ പൂച്ചയെ നേരിടാം. പക്ഷേ അത് ശരിയല്ല എന്നൊരു തോന്നൽ നീലിനുണ്ട്. ആ ഡ്രാഗൺ സ്ലെയിങ് സോഡ് താൻ ഉപയോഗിച്ചാൽ ലിറ്റിൽ ഗോഡിന് എന്തെങ്കിലും പറ്റിയാലോ? അങ്ങനെ നീലിന് തോന്നുമ്പോഴേക്കും ലിറ്റിൽ ഗോഡിന്റെ ശക്തി പിന്നെയും വർദ്ധിക്കുകയാണ്. ആ ശക്തി വർദ്ധിക്കുന്നതനുസരിച്ച് അത് നീലിനെ പുറത്തേൽപ്പിക്കുന്ന പരിക്കിന്റെ അളവും കൂടി. അവസാനം ഒരു രക്ഷയുമില്ലാത്ത സ്റ്റേജിലേക്ക് നീലെത്തി. ഈ സമയത്ത് നീൽഗിരി ആ ബ്ലഡ് ഡ്രാഗനെ നോക്കുന്നുണ്ട്. ബ്ലഡ് ഡ്രാഗൺ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ആ എനർജി അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടാ ബ്ലഡ് ഡ്രാഗൺ പ്ലീസ് കം എന്നൊക്കെ നീല് പറയാതെ പറയുന്നുണ്ടെങ്കിലും ബ്ലഡ് ഡ്രാഗൺ അത് മൈൻഡ് ചെയ്യുന്നേയില്ല. നീലും ലിറ്റിൽ ഗോൾഡ് തമ്മിലുള്ള യുദ്ധം ശരിക്കും കൊടുമ്പിരി കൊള്ളുകയാണ്. ഇതിന്റെ അനുരണനങ്ങൾ മുകൾത്തട്ടിൽ ലഭ്യമാണ്. അടിയിൽ എന്തൊക്കെയോ സംഭവിക്കുകയാണ്. ശബ്ദവും ബഹളവും അതുപോലെ വൻ വേവ്സും ഒക്കെ ആ ബീമുകൾ വന്നതിന് ശേഷം തുടർച്ചയായി ആ കുളത്തിന്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്നുണ്ട്. ഒരു വല്ലാത്ത ഡിസ്റ്റർബൻസ് ആ കുളത്തിന് മുകളിലുണ്ട്. ജിൻസൺ ശരിക്കും കുഴങ്ങി നിൽക്കുകയാണ്. ആദ്യമായിട്ടാണ് അയാള് ആ കുളത്തിൽ ഇത്തരത്തിലൊരു സംഭവം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളോടായി അയാള് കുളം അപകടമാണ്, കരയിലേക്ക് കയറുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ കേൾക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലല്ല ആ കൾട്ടിവേറ്റേഴ്സ്. ആ കൾട്ടിവേറ്റേഴ്സിൽ 8 പേരാണ് ഇപ്പോ മുകളിലുള്ളത്. ഒരാൾ താഴെ നീലാണ്. 10ാമൻ നേരത്തെ ആ പ്രകാശ ഭീമിന്റെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ ആക്രമണം നടന്നതിന് ശേഷം ആ ചെറുപ്പക്കാർ വളരെ ശ്രദ്ധിച്ച കൾട്ടിവേറ്റ് ചെയ്യുന്നത്.
പ്രകാശ ബീമിന്റെ ഏതെങ്കിലും ഒരു സൂചന തോന്നിയാൽ അപ്പൊ അവര് ആ ഭാഗത്ത് നിന്ന് മാറും. അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ആ 8 പേർക്കും ജീവൻ പിടിച്ചു നിർത്താൻ പറ്റിയിരിക്കുന്നത്. ചുറ്റും അതുപോലെ താഴേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന ജി സ്വിക്കിനെയും അതുപോലെ വിയങ്ങും നീലിന് വേണ്ടി അവിടെ കണ്ണ് ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. പക്ഷെ നീലിനെ കാണുന്നേയില്ല. ഈ സമയത്ത് താഴെ നീൽഗിരി ഡ്രാഗൺ സ്ലെയിങ് സോഡ് കയ്യിലെടുത്തു കഴിഞ്ഞു. ആ ഡ്രാഗൺ സ്ലെയിങ് സോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള നീലിന്റെ അറ്റാക്കിന് കുറച്ചുകൂടി മൂർച്ചയുണ്ട്. പക്ഷേ ലിറ്റിൽ ഗോൾഡിനോട് ഏറ്റുമുട്ടുമ്പോൾ നീൽ ശരിക്കും പുറകോട്ട് തെറിക്കുകയാണ്. നീല് ആ ഡ്രാഗൺ സ്ലെയിങ് സോഡ് തറയെ കുത്തി പുറകോട്ട് അറിയാതെ നീങ്ങിപ്പോവും. പക്ഷെ ലിറ്റിൽ ഗോൾഡ് അപ്പോഴും ശരിക്കും ആ കോമ്പറ്റീഷൻ മോഡിലാണ്. നീലിനെ ഇടിക്കാൻ ലിറ്റിൽ ഗോൾഡിന് വല്ലാത്ത ഉത്സാഹം. അതിന്റെ ബോഡിക്കകത്ത് കയറിയിരിക്കുന്ന ആ ഊർജത്തെ പുറത്ത് കളയാനും ബോഡിയെ സംസ്കരിക്കാനുമാണ് ലിറ്റിൽ ഗോൾഡ് നീലുമായി ഏറ്റുമുട്ടുന്നതെന്ന് നീലിന് നന്നായി അറിയാം. നീൽ ശരിക്കും പെട്ടെന്ന് ഉറപ്പായ ആ നിമിഷത്തിലാണ് ബ്ലഡ് ഡ്രാഗൺ അവിടേക്ക് പാഞ്ഞെത്തുന്നത്. ബ്ലഡ് ഡ്രാഗൺ നീലിനും ലിറ്റിൽ ഗോൾഡിനും ഇടയിൽ കയറിയതും പിന്നീടുള്ള ഫൈറ്റ് അവർ തമ്മിലായി. നീല് ദേഹം മുഴുവൻ കീറി മുറിഞ്ഞിരിക്കുന്ന ആ സമയത്ത് ആ ഡ്രാഗൺ സ്ലെയിങ് സോഡ് തറയെ കുത്തി ഒന്ന് പുറകോട്ട് ചാഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പൊ പക്ഷേ നീലിന്റെ കണ്ണുകൾക്ക് ഒരു വിരുന്നാണ് യഥാർത്ഥത്തിൽ കിട്ടുന്നത്. ലിറ്റിൽ ഗോൾഡും ബ്ലഡ് ഡ്രാഗണും തമ്മിൽ പൊരിഞ്ഞാടി. അതിശക്തരായ 2 ബീസ്റ്റുകൾ തമ്മിലുള്ള ഒരു ഉഗ്രൻ സംഘട്ടനമാണ് താഴെ നടക്കുന്നത്. അവർ തമ്മിലുള്ള സംഘട്ടനം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മുകളിലേക്ക് ഉയരുന്ന വേവ്സിന്റെ എണ്ണത്തിൽ വൻതോതിൽ വർധന വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തന്റെ ശരീരത്തിൽ നിന്ന് വൻതോതിൽ മിന്നലുകൾ പെയ്യിപ്പിച്ചുകൊണ്ട് ലിറ്റിൽ ഗോൾഡ് ബ്ലഡ് ഡ്രാഗനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ബ്ലഡ് ഡ്രാഗൺ വായിലെ ആ ബ്ലഡ് നിറത്തിലുള്ള ഫ്ലെയിംസ് ഉപയോഗിച്ചുകൊണ്ട് തിരിച്ച് ലിറ്റിൽ ഗോൾഡിനെ അറ്റാക്ക് ചെയ്യും. 2 അമാനുഷിക ശക്തികൾ തമ്മിലുള്ള അറ്റാക്കാണ്. ആ അറ്റാക്ക് ഇങ്ങനെ അതിവേഗം നടക്കുമ്പോൾ നീര് ഒരു കാര്യം മനസ്സിലാക്കി. ആ അറ്റാക്ക് ഒരു ഭാഗത്ത് നടക്കും. കൾട്ടിവേറ്റ് ചെയ്യാന്നുള്ളതാണ് തന്റെ ജോലി. നീര് ഒരു ഒഴിഞ്ഞ സ്ഥലം നോക്കി അവിടെ ഇരുന്ന് ശരീരത്തിൽ ആ 9 ആർക്കെയിൻ സൺ ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തു. നീലിന്റെ ബോഡിക്കുള്ളിൽ ഇപ്പൊ ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉണ്ട്. അത് മാത്രമല്ല ആ ഡ്രാഗൺ പൂളിനകത്ത് ഊർജത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ആ ഊർജത്തെ ആഗിരണം ചെയ്ത് ആ 9 ആർക്കെയിൻ സൺ ടെക്നിക്ക് ഉപയോഗിച്ച് ബോഡി മുഴുവൻ സർക്കുലേറ്റ് ചെയ്യുകയും അതേ സമയത്ത് ട്രൂ എനർജിയെ കൺവേർട്ട് ചെയ്യുകയും ചെയ്ത് ഡാൻഡിൽ നിറയ്ക്കുകയും ചെയ്യുന്ന ആ പ്രക്രിയയിലേക്ക് നീലം കടക്കുകയാണ്. നീല് ആ കൾട്ടിവേഷൻ അങ്ങനെ മുഴുകുമ്പോൾ മുകളിലും അതുപോലെ കൾട്ടിവേഷൻ ആക്ടിവിറ്റീസ് നടക്കുകയാണ്. നീല് കണ്ണുകൾ അടച്ച് ആ കൾട്ടിവേഷൻ അങ്ങനെ വ്യാപൃതനായിരിക്കുമ്പോൾ ആ പൂളിന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പൂളിൽ നിന്ന് മുകളിലേക്ക് പൊക്കൊണ്ടിരുന്ന ആ വേവ്സിന്റെ ശക്തി ഒരുപാട് വർദ്ധിച്ചു. ആ പൂളിന്റെ തന്നെ കൺസ്ട്രക്ഷന്റെ ഭാഗമായി ഇപ്പോ പ്രൊട്ടക്റ്റീവ് ശൈലിയിലുള്ള ചില എതിർപ്പുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ പൂളിന്റെ പല ഭാഗത്തുനിന്നായി പ്രകാശ ഭീമകളും മിന്നലുകളും ഒക്കെ മുകളിലേക്ക് കുതിക്കുന്നുണ്ട്. അതിന്റെ ശക്തി കേന്ദ്രത്തിനുള്ളിൽ നടക്കുന്ന സംഘടനം ആ പൂളിനെ ബാധിച്ചു എന്ന് വ്യക്തമാണ്. മുകളിലേക്ക് ഉയരുന്ന വേവ്സിന്റെയും അതുപോലെ ആ മിന്നലുകളുടെയും എണ്ണവും അളവും വൻതോതിൽ വ്യാപിച്ചതും മുകളിലുള്ള ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറി. ഈ സമയത്ത് താഴെ നീൽഗിരി ആ എനർജി വലിച്ചെടുക്കുകയാണ്. ആ ഡ്രാഗൺ പൂളിലെ എനർജി നീല് വലിച്ചെടുത്ത് തുടങ്ങുമ്പോൾ നീല് ചുറ്റുമായി ഒരു ചുഴി രൂപപ്പെടുകയാണ്. ആ ചുഴി രൂപപ്പെട്ട് നീലിന്റെ ഉള്ളിലേക്ക് ആ ഡ്രാഗൺ പൂളിനകത്തുള്ള എനർജി അങ്ങനെ ഇരച്ചു കയറുമ്പോൾ ആ കാഴ്ച കണ്ട ലിറ്റിൽ ഗോൾഡും അതുപോലെ ബ്ലഡ് ഡ്രാഗണും ഒരു നിമിഷം ഒന്ന് ചക്കായി നിന്നു. അടുത്ത നിമിഷം അവർ രണ്ടുപേരും 2 ദിക്കിലേക്ക് ഓടി മാറുകയാണ്. ഏതാനും സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു സ്ഥലത്ത് ലിറ്റിൽ ഗോൾഡും മറുഭാഗത്ത് ബ്ലഡ് ഡ്രാഗണും വീണ്ടും കൾട്ടിവേഷൻ ആരംഭിക്കുന്നതാണ്. അവർ രണ്ടുപേരും ആ ഡ്രാഗൺ പൂളിലെ എനർജി ശക്തമായി വലിച്ചെടുത്തു തുടങ്ങി. 3 പോയിന്റുകളിൽ നിന്നായി 3 ആളുകൾ ആ ഊർജം ശക്തിയായി വലിച്ചെടുത്തു തുടങ്ങുമ്പോൾ ആ ഊർജം എല്ലാ സ്ഥലത്തു നിന്നും താഴേക്ക് എങ്ങനെ പ്രവഹിക്കുകയാണ്. എല്ലാ സ്ഥലത്തു നിന്നും താഴേക്ക് പ്രവഹിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുകൾ തട്ടിൽ ഉണ്ടായിരുന്ന ഊർജവും താഴേക്ക് വലിക്കപ്പെടുകയാണ്. താഴേക്ക് ആ ഊർജം വലിച്ചെടുക്കപ്പെടുന്നത് മനസ്സിലാക്കിയ സ്വിക്കിന അവളുടെ ഒരു പ്രത്യേക സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്ത് ഒരു ഏരിയ തന്നെ അവൾ തിരിച്ചു. ആ ഏരിയക്കകത്തുള്ള സ്പിരിച്വൽ എനർജിയും ആ ഡ്രാഗൺ എനർജിയും അവള് ആ ഏരിയക്കുള്ളിൽ തറച്ചു നിർത്തുകയാണ്. അവൾക്ക് അനായാസമായിട്ട് ആ എനർജി വലിച്ചെടുക്കാനുള്ള ഒരു സ്പേസ് അവൾ തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം. ആ കാഴ്ച കണ്ട വിയങ്ങ് അവൾക്ക് ചുറ്റുമായി അവളും അതുപോലെ ഒരു സ്പേസ് സൃഷ്ടിച്ചു. ആ സ്പേസ് സൃഷ്ടിക്കാൻ പറ്റാതെ പോയ ചെറുപ്പക്കാരൊക്കെ ശരിക്കും പെട്ടുപോവുകയാണ്. അവർ അതിവേഗം ആ പൂളിലെ എനർജി വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത ശൈലിയിൽ എനർജിയുടെ അളവ് കുറഞ്ഞു തുടങ്ങി. ഈ കാഴ്ച പുറത്തുള്ള ജിൻസൺ കൃത്യമായി കണ്ടു. ഇതെന്താ ഇങ്ങനെ? ആ പൂളിലെ എനർജി കുറയുകയാണല്ലോ. ആ പൂളിനകത്തുള്ള എനർജി കുറയുമ്പോൾ അതിന്റെ അനുരണനം അതിന്റെ ചുറ്റുവട്ടത്തുള്ള സ്പേസിലും അനുഭവപ്പെടുന്നുണ്ട്. ആ സ്പേസിലുള്ള ജിൻസിന് എനർജിയുടെ അളവിലുണ്ടായ ആ കുറവ് കൃത്യമായും അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ആലോചിച്ചത്. എന്തു പറ്റി? അങ്ങനെ അയാൾ ആലോചിക്കുമ്പോഴാണ് ശരിക്കും അയാള് രസകരമായ ഒരു കാര്യം അറിയുന്നത്. അവിടെ ആ പൂളിന് മുകളിൽ നേരത്തെ 8 ആളുകൾ ഉണ്ടായിരുന്നു.
പക്ഷെ ഇപ്പോ 7 പേരേ ഉള്ളൂ. 8ാമൻ അവിടെ ഇല്ല. ആ 8ാമൻ ആരാണെന്നും അയാൾക്കറിയാം. അത് ഡാവോ സെക്ഷന്റെ ജീനിയസ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവൻ ഈ കോമ്പറ്റീഷൻ നടന്ന സമയത്തൊക്കെയും ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്തിരുന്നു. 10 പേരിൽ ഒരാളാകുക എന്ന ടാർഗറ്റ് അവൻ വളരെ രഹസ്യമായി നടപ്പിലാക്കി എന്ന് പറയാം. അവന്റെ എതിരാളിയെ തോൽപ്പിച്ചത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെയാണ്. ഒരു നല്ല ഫൈറ്റർ, അങ്ങനെ ഒരു ഇമ്പാക്റ്റ് മാത്രമാണ് അവൻ ഉണ്ടാക്കിയത്. അവൻ യഥാർത്ഥത്തിൽ അതിശക്തനാണ്. അവന്റെ ശക്തി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താതെ അവൻ ഈ പൂളിനകത്തേക്ക് എത്തപ്പെട്ടതാണ്. ഡാവോ സെക്ഷനും മെഡിക്കൽ ഗോഡ് സെക്ഷനും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് വ്യക്തമായി ധാരണയുള്ള ജിൻസന് ആ ചെറുപ്പക്കാരൻ മുങ്ങിയത് കണ്ടത് കാര്യം മനസ്സിലായി. അവൻ ആ അടിത്തട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നീൽഗിരിയെ ലക്ഷ്യമാക്കി അടിയിലേക്ക് പോയതാണ്. ആ മുകളിലുള്ള സിക്നയോ ബിയങ്ങോ യഥാർത്ഥത്തിൽ അക്കാര്യം അറിഞ്ഞില്ല എന്നാണ് സത്യം. അവരവരുടെ കൾട്ടിവേഷനിൽ മുഴുകിയിരിക്കുകയാണ്. ഈ സമയത്ത് താഴെ ലിറ്റിൽ ഗോൾഡും അതുപോലെ ബ്ലഡ് ഡ്രാഗണും അവരുടെ കൾട്ടിവേഷൻ മതിയാക്കി വീണ്ടും ഫൈറ്റ് തുടങ്ങി. അവർ രണ്ടും കൂടി കുറെ നേരം ഫൈറ്റ് ചെയ്യും, പിന്നെ അങ്ങ് നിർത്തും. നിർത്തിക്കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൾട്ടിവേഷൻ ആരംഭിക്കും. 1-2 മണിക്കൂർ കൾട്ടിവേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അടി തുടങ്ങും. രണ്ടുപേരും ആ പരിപാടി ശരിക്കും ആസ്വദിക്കുകയാണ്. അവർ രണ്ടുപേരെയും ശ്രദ്ധിക്കാതെ നീൽഗിരി തന്റെ കൾട്ടിവേഷനിൽ മുഴുകിയിരിക്കുമ്പോൾ നീലിന്റെ ആ സെയിന്റ് ലെവലുകൾ ഒന്നൊന്നായി ബ്രേക്ക് ചെയ്യാണ്. സെയിന്റ് ലെവൽ 3ലാണ് നീല് തുടങ്ങിയത്. നീല് ഇപ്പോ സെയിന്റ് ലെവൽ 5ൽ എത്തിയിരിക്കുകയാണ്. 2 ലെവലുകൾ അതിവേഗമാണ് ബ്രേക്ക് ചെയ്തത്. സംഭവം കൊള്ളാം. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് 2 ശക്തമായ ലെവലുകൾ തനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിരിക്കുകയാണ്. അങ്ങനെ തോന്നിയത് നീൽഗിരി തന്റെ ആ കൾട്ടിവേഷൻ മെക്കാനിസത്തിന്റെ വേഗത ഒന്ന് വർദ്ധിപ്പിച്ചു. ആ വേഗത വർദ്ധിപ്പിച്ചതിന് ഫലമുണ്ടായി. പെട്ടെന്ന് നീല് 5ൽ നിന്ന് 6ലേക്കും 6ൽ നിന്ന് 7ലേക്കും കടക്കുമ്പോഴാണ് ആ ഡാവോ സെക്ഷന്റെ യോദ്ധാവ് ആ പൂളിന്റെ അടിത്തട്ടിലേക്ക് എത്തുന്നത്. ആ പൂളിന്റെ അടിത്തട്ടിൽ അവൻ എത്തിയപ്പോൾ അവൻ ആദ്യം കണ്ട കാഴ്ച ശക്തരായ 2 ബീസ്റ്റുകൾ തമ്മിലുള്ള അടിയാണ്. ഒരു കൂറ്റൻ ഡ്രാഗണും നീലിന്റെ കൈവശം ഉണ്ടായിരുന്ന പോലെയുള്ള ഒരു പൂച്ചയും തമ്മിൽ കേട്ടുകേൾവിയില്ലാത്ത ശൈലിയുള്ള അടി നടക്കുകയാണ്. ആ പൂച്ച പറന്നു നടന്ന് ആ ഡ്രാഗണെ ഇടിക്കുകയാണ്. ഡ്രാഗൺ ആണെങ്കിൽ അതിന്റെ കൈ കൊണ്ടും വാലുകൊണ്ടും ആ പൂച്ചയെ അറ്റാക്ക് ചെയ്യുകയാണ്. രണ്ടുപേരും ആ കുളത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. ശരിക്കും അവർ ഓടി മാറുന്നതിന്റെ ഫലമായിട്ടും അവരുടെ അറ്റാക്കിന്റെ ഫലമായിട്ടൊക്കെ ഇഷ്ടം പോലെ ഓളങ്ങൾ അവിടെ ഉണ്ടാവുകയാണ്. ആ ഓളങ്ങളാണ് മുകളിൽ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ പൂളിനകത്ത് കേട്ടുകേൾവിയിൽ ഉള്ളതുപോലെ ഒരു ഡ്രാഗൺ ഉണ്ട്. ആ ഒരു ധാരണ ആ ഡാവോ സെക്ഷനിലെ ചെറുപ്പക്കാരൻ ഉണ്ടാകുമ്പോഴാണ് അവന്റെ കണ്ണുകൾ കൾട്ടിവേഷനിൽ മുഴുകിയിരിക്കുന്ന നീൽ ഗിരിയിലേക്ക് പതിയുന്നത്. അതൊരു വല്ലാത്ത രംഗമാണ്. അവിടെ ആ വെള്ളത്തിനടിയിൽ ആ വെള്ളം തരുമ്പും ബാധിക്കാത്ത ശൈലിയിൽ നീൽഗിരി ചമ്രം പടിഞ്ഞ് കണ്ണുകൾ അടച്ചിരുന്ന് കൾട്ടിവേഷനിൽ മുറുകിയിരിക്കുകയാണ്. നീല് ശരിക്കും ഒരു ബ്രേക്ക് ത്രൂവിന് ശ്രമിക്കുകയാണെന്ന് കൃത്യമായിട്ടും ആ ചെറുപ്പക്കാരൻ മനസ്സിലായി. ആ ചെറുപ്പക്കാരൻ ലിറ്റിൽ ഗോൾഡിനെയും അതുപോലെ ആ ഡ്രാഗണെയും നോക്കി. രണ്ടുപേരും നീലിന്റെ ഭാഗത്തേക്ക് നോക്കുന്നതേയില്ല. ആ 2 വന്യമൃഗങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടാതെ സാവധാനം ആ ചെറുപ്പക്കാരൻ മൂവ് ചെയ്ത് നീലിന്റെ അടുത്തെത്തറായി. നീൽഗിരിയെ താൻ വകവരുത്തിയാൽ സെക്ഷൻ മാസ്റ്റർ തന്നെ എങ്ങനെയായിരിക്കും കാണുക എന്ന് കൃത്യമായിട്ട് ആ ചെറുപ്പക്കാരൻ അറിയാം. നീല് ആ മെഡിക്കൽ ഗോഡ് സെക്ഷനുമായി ബന്ധമുള്ള വ്യക്തിയാണ്. മെഡിക്കൽ ഗോഡ് സെക്ഷൻ മുഴുവൻ ആളുകളെ അവസാനിപ്പിക്കാനാണ് മാസ്റ്റർ അവനെ ഇവിടേക്ക് വിട്ടത്. അവൻ വളരെ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് തന്നെ ആരെങ്കിലും മെഡിക്കൽ ഗോഡ് സെക്ഷനെ കണക്ട് ചെയ്തുകൊണ്ട് മത്സരത്തിൽ വിജയിച്ച് ഡ്രാഗൺ പൂളിലേക്ക് എത്തിയാൽ അവരെ ഡ്രാഗൺ പൂളിൽ വെച്ച് അവസാനിപ്പിക്കാനാണ്. ആരും എത്തിയില്ലെങ്കിലും അയാള് ഡ്രാഗൺ പൂളിലേക്ക് എത്തുമായിരുന്നു. നീലിനെ വകവരുത്താനുള്ള ലക്ഷ്യത്തോടെ നീലിന്റെ അടുത്തേക്ക് ആ ചെറുപ്പക്കാരൻ സാവധാനം എത്തുകയാണ്. അങ്ങനെ വരുമ്പോഴും അവന്റെ ഒരു കണ്ണ് ആ പൂച്ചയും ഡ്രാഗണും തമ്മിലുള്ള ആ ഫൈറ്റിലാണ്. അവർ രണ്ടുപേരും ആ ഡ്രാഗൺ പൂളിനകത്തുള്ള ആളുകളായിരിക്കും. ശരിക്കും അവൻ കാണുമ്പോൾ അത് പൂച്ചയല്ല, ഗ്രേ നിറത്തിലുള്ള മറ്റേതോ ഒരു മൃഗമാണ്. പക്ഷെ സൈസ് ചെറുതാണ്. പക്ഷെ അതിന്റെ വീറും വാശിയും അവൻ ശരിക്കും കണ്ടിരുന്നു. അവൻ പതുക്കെ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ നീലിന്റെ അടുത്തെത്തി. അവൻ അവന്റെ വാൾ പതുക്കെ ഊരി. നീൽഗിരിക്ക് പരിക്കേറ്റിരിക്കുന്നുവെന്ന് അവന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. നീല് നേരത്തെ അവിടെ ഒത്തിരിയേറെ ഫൈറ്റ് ചെയ്തിട്ടാണ് മുകളിലേക്ക് കയറിയത്. നീല് നേരത്തെ ആ 100 പടികൾ കയറിയപ്പോൾ ശരിക്കും പ്രഷർ ബോഡിയിൽ അനുഭവിച്ചാണ് മുകളിലേക്ക് എത്തിയത്. ആദ്യത്തെ 140 പടി നീല് കടന്നത് വല്ലാതെ ബുദ്ധിമുട്ടിയാണ്. തൽഫലമായി നീലിന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ ഏറ്റുന്ന കാര്യം അവൻ അറിയാം. അതിനുശേഷം എങ്ങനെ നീല് വേഗത്തിൽ ഓടിക്കയറിയെന്ന് ചോദിച്ചാൽ അവനൊരു വിവരവുമില്ല. പക്ഷെ അതൊന്നും ആലോചിക്കാനുള്ള സമയമല്ല ഇത്. അവൻ കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് ആ വാള് ഒന്ന് ഉയർത്തിയതും നീല് കണ്ണു തുറന്നതും ഒരു നിമിഷത്തിലാണ്. നീല് കണ്ണു തുറന്നതും അവനൊന്ന് പതറി. പക്ഷേ ആ പതർച്ച മറികടന്നുകൊണ്ട് അവൻ ആ വാള് കൊണ്ട് നീലിനെ ആഞ്ഞു വിട്ടപ്പോഴേക്കും നീലിന്റെ ഇടത് കൈയിൽ ആ ഡ്രാഗൺ സ്ലെയിങ് സോഡ് എത്തിക്കഴിഞ്ഞു. ആ സോഡ്
തനിക്ക് നേരെ പാഞ്ഞു വന്ന വാളിനെ പ്രതിരോധിച്ചു. അതിശക്തമായ ആ വെട്ടിനെ നീലിന്റെ ഇടം കൈ കൊണ്ട് പ്രതിരോധിക്കുമ്പോൾ ആ ഇടം കൈയിലേക്ക് നീലിന്റെ ബോഡിയിലെ ഊർജ്ജമെല്ലാം കൂടി നീല് കേന്ദ്രീകരിച്ചു എന്ന് പറയാം. ആ ചെറുപ്പക്കാരൻ ശരിക്കും ഒന്നിന്റെ സ്റ്റെപ്പ് പുറകോട്ട് മാറി. ഇരിക്കുന്ന നീല് ഒന്ന് അനങ്ങുകയും എണീക്കുകയും ചെയ്തു. അങ്ങനെ അനങ്ങി എണീറ്റപ്പോ നീലിന്റെ കൾട്ടിവേഷനിൽ ബ്രേക്ക് വന്നു. ശരിക്കും നമ്മൾ ബ്രേക്ക് ത്രൂവിന് ശ്രമിക്കുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ ശരീരത്തിന് ക്ഷതമുണ്ടാവും. ജിമ്മിലേക്ക് പോകുന്ന ആളുകൾക്ക് അറിയാം, നമ്മളൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ പെട്ടെന്ന് അങ്ങ് നിർത്തിയാൽ അത് നമ്മളെ പ്രതികൂലമായി ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ മസിലുകൾ ബിൽഡ് ആവണമെങ്കിൽ മസിലുകൾക്ക് ബ്രേക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. ഇവിടെ നീലിന്റെ ബോഡിക്കകത്തുള്ള തടസ്സങ്ങളെ അതിജീവിക്കുന്നതിനാണ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ബ്രേക്ക് ത്രൂ നേടുമ്പോൾ അടുത്ത ലെവലിലേക്ക് നീല് കടക്കും. നീലിന്റെ ബോഡിയിൽ തന്നെ സർവ്വശക്തിയും ഉണ്ട്. ആ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് എക്സ്റ്റേണൽ ആയിട്ട് സ്പിരിച്വൽ എനർജി റിസീവ് ചെയ്യുന്നതും അതിനെ ട്രൂ എനർജി കൺവേർട്ട് ചെയ്യുന്നതും. ആ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്ന നീല് ആ തടസ്സങ്ങളെ മറികടക്കാനായി ബ്രേക്ക് ത്രൂവിന് ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നീലിന് കണ്ണ് തുറക്കേണ്ടി വന്നതും ആ കൾട്ടിവേഷൻ വിടേണ്ടി വന്നതും. ബ്രേക്ക് ത്രൂ നേടിയെങ്കിൽ നീല് സെയിന്റ് ലെവലിലെ 7th സ്റ്റേജ് എത്തിയനെ. പക്ഷെ അത് നടന്നില്ല. നീൽഗിരിക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന് ആ ചെറുപ്പക്കാരന് ബോധ്യമായി. അതേസമയത്ത് അവൻ നീലിന്റെ കയ്യിലിരിക്കുന്ന ആ വാളിലേക്കാണ് സൂക്ഷിച്ചു നോക്കുന്നത്. ആ വാള് അവൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഒരുപാട് കൾട്ടിവേറ്റേഴ്സ്, മാർഷൽ ആർട്ടിസ്റ്റുകൾ തീയും അതുപോലെ മിന്നലിലേക്ക് മെരിക്കാറുണ്ട്. നീൽഗിരി മിന്നൽ വെച്ചും തീ വെച്ചും കളിക്കുന്നത് അവനും ശ്രദ്ധിച്ചതാണ്. നീലിന്റെ ബോഡിയിൽ നിന്ന് ഇമോട്ടൽ ഫ്ലെയിംസ് പുറത്ത് വരാറുണ്ട്. അതുപോലെ തന്നെയാണ് മിന്നൽ. നേരത്തെ ഏറ്റുമുട്ടലിനിടയിൽ നീലിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വന്ന മിന്നൽ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. പക്ഷെ അപ്പോഴൊന്നും നീല് പുറത്തെടുക്കാതിരുന്ന ഡ്രാഗൺ സ്ലൈങ് സോഡ് നീല് പുറത്തെടുത്തതും ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോ നീയാണല്ലേ സിന്നർ ഗ്രീ. സിന്നറിന്റെ കയ്യിലാണ് ഇത് മൂന്നും ഒരുമിച്ച് വരിക. ഫ്ലെയിംസും മിന്നലും പിന്നെ ഡ്രാഗൺ സ്ലൈങ് സോഡും. അഡീഷണൽ ആയിട്ടുള്ളത് ശരിക്കും ആ ബ്ലഡ് ഡ്രാഗൺ ആണ്. ഇവിടെ അവിടെ ഫൈറ്റ് ചെയ്യുന്ന ഡ്രാഗൺ ബ്ലഡ് ഡ്രാഗൺ ആണെന്നുള്ള കാര്യം ഈ സമയത്ത് ചെറുപ്പക്കാരൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മാത്രം. ഇത് മൂന്നും കണ്ടപ്പോൾ തന്നെ സിന്നർ ആണ് അവിടെ നിൽക്കുന്നതെന്ന് അവൻ മനസ്സിലായതും അവൻ ആ ചോദ്യം ചോദിക്കുകയായിരുന്നു. അത് കേട്ടതും നീല് അവനോട് പറഞ്ഞു, ഞാൻ സിന്നർ ആണെങ്കിലെന്ത് അല്ലെങ്കിലെന്ത്. ഹേയ് സിന്നർ, നിന്നെ ഈ കുള്ളനിൽ ഒരുപാട് ആളുകൾക്ക് പേടിയാണ്. പക്ഷേ എനിക്കതില്ല. നിന്നെ അവസാനിപ്പിക്കുമ്പോൾ എന്റെ സെക്ഷൻ മാസ്റ്റർ എന്നെ അനുമോദിക്കും. നിന്നെ അവസാനിപ്പിച്ച് ഞാനൊരു പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ്. അങ്ങനെ പറയുന്ന അവൻ ഒരു ഓർജിൻ കിങ് ലെവലിലെ യോദ്ധാവാണ്. നീല് അവനെ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അവന്റെ ബോഡിയിൽ എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. അങ്ങനെ നീലിന് തോന്നിയതും ക്ലിൻസ്മാന്റെ ശബ്ദം നീല് കേട്ടു. ഏയ് നീൽഗിരി, അവനെ വില കുറച്ച് കാണരുത്. അവന്റെ ബോഡിയിൽ ഒരു അഡീഷണൽ സംഭവമുണ്ട്. അത് അവനെ പ്രൊട്ടക്ട് ചെയ്യുക മാത്രമല്ല അവന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ക്ലിൻസ്മാൻ പറയുന്നതിനിടയിൽ അവൻ നീലിനെ ആക്രമിച്ചു കഴിഞ്ഞു. നീല് തിരിച്ച് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നീല് പുറകോട്ട് തെറിച്ചു. നീലിന്റെ ബോഡിയിൽ നീലിനിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ധാരാളം പരിക്ക് പറ്റിയിരിക്കുന്ന അവസ്ഥയിലാണ് നീല് ആ കുളത്തിനകത്ത് ഇറങ്ങുന്നത്. പക്ഷെ ഇവിടെ വെച്ച് ഇടയ്ക്ക് ആ കൾട്ടിവേഷൻ നിർത്തേണ്ടി വന്നപ്പോൾ, പ്രത്യേകിച്ച് ആ ബ്രേക്ക് ത്രൂവിന് ശ്രമിച്ച സമയത്ത് നിർത്തേണ്ടി വന്നത് ഒരു വല്ലാത്ത ബാക്ക്ലാഷ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞരമ്പുകൾ പലതും തൽഫലമായി പൊട്ടിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇവന്റെ ഈ അറ്റാക്ക് വരുന്നത്. നീൽഗിരി പുറകോട്ട് തെറിക്കുമ്പോൾ നീല് ദൂരെ ആ ഫൈറ്റ് ചെയ്യുന്ന ലിറ്റിൽ ഗോൾഡിനെയും ബ്ലാക്ക് ഡ്രാഗണെയും നോക്കി. അവന്മാർ രണ്ടും നീലിന് മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. അവൻ രണ്ടും കൂടെ പൊരിഞ്ഞ അടിയാണ്. രണ്ടുപേരും കൂടി പൊരിഞ്ഞ അടി നടക്കുമ്പോൾ അവർക്ക് നീല് ശ്രദ്ധിക്കാൻ സമയമില്ല എന്നാണ് സത്യം. നീല് ശരിക്കും പെട്ടതുപോലെയായി. നീല് അവന്റെ ആ സോഡ് സ്ട്രൈക്കിനെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവൻ ഒരു പ്രത്യേക ജനുസാണ്. ഇവനെ പോലുള്ള 3 ആളുകളെ ആ സ്ലോട്ടർ കിങ്ങുമായി ഏറ്റുമുട്ടപ്പോൾ നീല് കണ്ടിരുന്നു. ആ ക്ലിൻസ്മാൻ പീക്കിന് സമീപത്തുള്ള മലയിൽ വെച്ചാണ് നീല് ലോർഡ് ഓഫ് സ്ലോട്ടറെയും 3 ആളുകളെയും എതിരിടുന്നത്. ആ 3 പേരും ഡാവോ സെക്ഷനിൽ വന്നവരാണ്. ആ ഡാവോ സെക്ഷനിലെ ആ 3 ആളുകൾക്കും ഒരു പ്രത്യേക പവർ ഉണ്ടായിരുന്നു. അതേ പവർ എവനിലും കാണുകയാണ്. നീല് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ക്ലിൻസ്മാൻ നീലിനോട് പറഞ്ഞു, നീൽ, ഇവന്റെ ബോഡി പരീക്ഷണത്തിന് വിധേയമാകുന്നുണ്ടെന്ന് വ്യക്തമാണ്. ഡാവോ സെക്ഷനിലെ സെക്ഷൻ മാസ്റ്റർ ശരിക്കും ഗിനി പിഗുകളെ വളർത്തും പോലെ കുറെ ആളുകളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ബോഡിയിൽ അയാൾ പരീക്ഷണങ്ങൾ അനുസ്യൂതം നടത്താറുണ്ട്. ആ പരീക്ഷണത്തിനിടയിൽ പലരും കൊല്ലപ്പെടും. അയാൾക്ക് ആദ്യം ലഭിച്ച ബാച്ചിലെ 3 ആളുകളാണ് ക്ലിൻസ്മാൻ പീക്കിനടുത്ത് വെച്ച് കൊല്ലപ്പെട്ടത്. ഇവൻ ശരിക്കും അതിശക്തനാണ്. ഇവന്റെ മുകളിലുള്ള പരീക്ഷണങ്ങൾക്ക് വല്ലാത്തൊരു വിജയമുണ്ടായി. അതുകൊണ്ടാണ് ഇവനെ ആ ജീനിയസ് മീറ്റിലേക്ക് ഡാവോ സെക്ഷനെ പ്രതിനിധീകരിക്കാനായി അയാൾ അയച്ചത്. ഡാവോ സെക്ഷനെ പ്രതിനിധീകരിച്ച് അവിടെ എത്തുന്ന അവന് വ്യക്തമായ ഡ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ആ
ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അവൻ ചെയ്യേണ്ടത് മെഡിക്കൽ ഗോഡ് സെക്ഷനെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. കൂട്ടത്തിൽ നീൽഗിരി അതറിയാവുന്ന അവൻ അതുകൊണ്ടാണ് നീലിനെ തിരക്കി ഇപ്പോ ഈ അണ്ടർ വാട്ടറിൽ എത്തിയിരിക്കുന്നത്. നീലിന്റെ പരിക്കുകൾ ഭേദമാകുന്നവരെ നീലിന് സമയം കിട്ടിയാൽ അത് പ്രശ്നമാണെന്ന് അറിയാവുന്ന ആ ചെറുപ്പക്കാരൻ വീണ്ടും മുന്നോട്ട് കുതിച്ചു. അവൻ മുന്നോട്ട് കുതിക്കുമ്പോൾ അവന്റെ കയ്യിൽ ഒരു ലോക്കറ്റ് ഉണ്ട്. അവൻ ആ ലോക്കറ്റ് ഒന്ന് പ്രസ് ചെയ്തു. ആ നിമിഷത്തിൽ അവന്റെ ബോഡിക്ക് ചുറ്റുമായി ഒരു പ്രത്യേക ഓറ ഉണ്ടായി. ആ ഓറ അവന്റെ സെക്ഷൻ മാസ്റ്ററുടെ അഡീഷണൽ ശക്തിയാണ്. നീൽഗിരിയെ നേരിടുമ്പോൾ ഒരു തരത്തിലുമുള്ള തെറ്റും പറ്റാൻ പാടില്ലെന്ന് അവൻ ഏതാണ്ട് നിർബന്ധമുണ്ട്. അത്ഭുതങ്ങൾ നടത്താൻ കപ്പാസിറ്റി ഉള്ള ആളാണ് നീൽഗിരി. സിന്നറുടെ കേസാണെങ്കിലും നീലിന്റെ കേസാണെങ്കിലും അവൻ നന്നായി പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണ് നീലിന്റെ ശക്തി വർദ്ധിക്കുക എന്ന് പറയാൻ പറ്റില്ല. നീല് ശക്തി വീണ്ടെടുക്കുന്നത് തികച്ചും ദുർബലമായ ഒരു ഘട്ടത്തിലാവും. അതിനുള്ള അവസരം നീലിന് കൊടുക്കാതെ നീൽ അവസാനിപ്പിക്കാനായി അവൻ ആ വെള്ളത്തിലൂടെ മുന്നോട്ട് കുതിച്ച് നീലിന് നേരെ ആഞ്ഞു വെട്ടുകയാണ്. ശരിക്കും വെള്ളം ഈ വാളിന്റെ ഗതിയെ പ്രതികൂലമായി സ്വാധീനിക്കേണ്ടതാണ്. പക്ഷെ ആ ചെറുപ്പക്കാരന്റെ കൾട്ടിവേഷൻ ലെവലിലെ ഒരാൾക്ക് അതൊരു വിഷയമേ ആയിരുന്നില്ല. അവന്റെ അതിശക്തമായ ആ വാള് നീൽ നേരെ പാഞ്ഞു വന്നതും അവൻ ശരിക്കും ഞെട്ടി. അവന്റെ തൊട്ടു മുന്നിൽ നീൽഗിരിയുടെ ഷോൾഡറിൽ ഗ്രേ നിറത്തിൽ ചുവപ്പും നീലയും പ്രകാശമുള്ള കണ്ണുകളുള്ള ആ പൂച്ച അങ്ങനെ ഇരിക്കുകയാണ്. ആ പൂച്ചയുടെ തീക്ഷ്ണമായ നോട്ടം കണ്ടതും ആ ചെറുപ്പക്കാരൻ നീല വെട്ടാനായി കൊണ്ടുവന്ന വാള് ഒന്ന് പിൻവലിച്ചു. അവൻ 2 സ്റ്റെപ്പ് അറിയാതെ പുറകോട്ട് മാറിപ്പോവുകയാണ്. ആ പൂച്ച രൂക്ഷമായി നോക്കുമ്പോൾ നീല പ്രകാശവും ചുവന്ന പ്രകാശവും പുറത്തേക്ക് വരികയാണ്. അത് നമ്മൾ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും, വല്ലാതെ ഭയപ്പെടുത്തും. ആ ചെറുപ്പക്കാരൻ എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തുമ്പോൾ നീല് ഒന്ന് പുഞ്ചിരിച്ചു. നീലിന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടതും അവന്റെ അങ്കലപ്പങ്ങ് കൂടി. അവന് പെട്ടെന്ന് ഒരു അസ്വസ്ഥതയും തോന്നി. ആ അസ്വസ്ഥത തോന്നിയതും അവൻ കണ്ണ് മുകളിലേക്ക് ഉയർത്തി. ആ കണ്ണ് മുകളിലേക്ക് വരുമ്പോൾ അവന്റെ ബോഡി കൂടി ഒരു വിറയൽ ഉണ്ടാവുകയാണ്. അവന്റെ തലയ്ക്ക് മുകളിലായി ഒരു വലിയ തല. അത് ആ ബ്ലഡ് ഡ്രാഗന്റെ തലയാണ്. ആ ബ്ലഡ് ഡ്രാഗൺ അവന്റെ തൊട്ടു പുറകിൽ അങ്ങനെ മുകളിൽ വന്ന് നിൽക്കുന്ന ആ കാഴ്ച അവൻ ഒരിക്കലും സങ്കല്പിക്കാത്ത കാഴ്ചയാണ്. താനിതാ ബ്ലഡ് ഡ്രാഗന്റെ തൊട്ടടിയിലാണ്. അവൻ ആ യാഥാർത്ഥ്യം മനസ്സിലായി. അവൻ നീൽഗിരിയെ അവസാനിപ്പിക്കാനായി അവന് ലഭിച്ചിരുന്ന ആ നിർദ്ദേശം പാലിക്കാനായി ഇവിടെ എത്തി അവൻ ഒരിക്കലും ആ ബ്ലഡ് ഡ്രാഗന്റെ അടിയിൽ പെട്ടുപോകുമെന്ന് തീരെ കരുതിയില്ല എന്ന് വ്യക്തം. അവൻ ആദ്യം ഒന്ന് ഭയന്നെങ്കിലും അടുത്ത പക്ഷത്തിൽ അവൻ മുന്നോട്ട് കുതിച്ചു. അവൻ കൊല്ലപ്പെടുന്നതിന് മുമ്പ് നീലിനെ അവസാനിപ്പിക്കാമെന്നുള്ള ഒരു ലക്ഷ്യത്തോടെ അവൻ മുന്നോട്ട് കുതിച്ചതാണ്. പക്ഷെ ആ നിമിഷത്തിൽ നീലിന്റെ ഷോൾഡറിൽ ഇരിക്കായിരുന്ന ലിറ്റിൽ ഗോൾഡ് മുന്നോട്ട് ചാടി അവന്റെ കുഞ്ഞു കൈ കൊണ്ട് ഒരൊറ്റയാടി. മുന്നോട്ട് പാഞ്ഞു വന്ന ചെറുപ്പക്കാരന്റെ വലത് കൈയിൽ വാളുണ്ട്. അവന്റെ വാള് ശരിക്കും അന്തരീക്ഷത്തിലേക്ക് പൊങ്ങി കഴിഞ്ഞു. ആ വാള് താഴേക്ക് താഴുന്നതിനിടയിലാണ് ലിറ്റിൽ ഗോൾഡിന്റെ കൈ അവന്റെ തലയിൽ പതിക്കുന്നത്. അവന്റെ വാള് ഇങ്ങനെ താരുന്നതിനിടയിൽ അവന്റെ തല അങ്ങ് ചിതറി. ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് ആ കാഴ്ച. അവന്റെ ചിതറുന്ന തലയിലേക്ക് നോക്കിയിട്ട് ലിറ്റിൽ ഗോൾഡ് നീലിനോട് പറഞ്ഞു, അവനെ ആൾ ശരിയല്ലായിരുന്നു. അതെ, അവൻ ശരിയല്ലാത്തതുകൊണ്ട് അവന്റെ തല ഞാൻ അങ്ങ് തകർത്തു എന്നാണ് ലിറ്റിൽ ഗോൾഡ് പറയുന്നത്. നീല് വല്ലാത്തൊരു കൗതുകത്തോടെ ലിറ്റിൽ ഗോൾഡിനെ നോക്കുമ്പോൾ ലിറ്റിൽ ഗോൾഡ് നീലിനോട് പറഞ്ഞു, നീൽ വേഗം ബ്രേക്ക് ത്രൂവിന് ശ്രമിക്കുക, ഡ്രാഗൺ ബോൾ എപ്പോ ഉണ തകരും. അങ്ങനെ ലിറ്റിൽ ഗോൾഡ് പറഞ്ഞതും നീല് അതിവേഗം കൾട്ടിവേഷൻ ആരംഭിച്ചു. നീല് 7th ലെവലിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഡൗ സെക്ഷനിലെ ചെറുപ്പക്കാരൻ വന്ന് ആവശ്യമില്ലാതെ സമയം കളഞ്ഞത്. നീല് വീണ്ടും ബ്രേക്ക് ത്രൂവിന് ശ്രമിക്കുകയാണ്. 9 ആർക്കെയിൻ സൺ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിനകത്തേക്ക് കിടന്നിരിക്കുന്ന മുഴുവൻ സ്പിരിച്വൽ എനർജിയും നീല് ബോഡി മുഴുവൻ അങ്ങനെ ചലിപ്പിക്കുമ്പോൾ ആ സ്പിരിച്വൽ എനർജിക്കകത്തുള്ള ഡ്രാഗൺ പൂളിലെ ആ എനർജി അതിവേഗം നീലിന്റെ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുകയാണ്. അതിവേഗമാണ് ഡാൻറ്റൈനിൽ ആ സ്പിരിച്വൽ എനർജി നിറയുന്നത്. സ്പിരിച്വൽ എനർജി ഡാൻറ്റൈനിൽ നിറഞ്ഞു കഴിയുമ്പോൾ അത് നേരെ ട്രൂ എനർജിയെ കൺവേർട്ട് ആവുകയാണ്. ആവശ്യത്തിന് ട്രൂ എനർജി ആയി എന്ന് തോന്നിയതും നീല് ഒരൊറ്റ അലർച്ച, ബ്രേക്ക് ഫോർ മീ എന്ന് വിളിച്ചുകൊണ്ട് നീല് തന്റെ കൈകൾ വലിച്ചു പിടിക്കുമ്പോൾ സാധാരണഗതിയിൽ ട്രിബുലേഷൻ മേഘങ്ങൾ വന്ന് ഈ മെയിൻ ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബഹളം അവിടെ ഉണ്ടാവുകയാണ്. അന്തരീക്ഷത്തിൽ മേഘങ്ങൾ ഇപ്രാവശ്യവും പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും അതിശക്തമായ മിന്നലുകൾ അവിടെ ആ മലയുടെ മുകളിലേക്ക് വീഴുന്നത് താഴെ നിൽക്കുന്ന ആളുകൾ കാണുന്നുണ്ട്. അകത്ത് ആരോ ഒരു വൻ ബ്രേക്ക് ത്രൂ നേടിയിരിക്കുകയാണ്. 10 ആളുകളാണ് അകത്തേക്ക് പോയിരിക്കുന്നത്. ആരായിരിക്കാം വൻ ബ്രേക്ക് ത്രൂ നേടിയത്? വൻതോതിൽ ട്രിബുലേഷൻ നടക്കുകയാണ്. ആ ട്രിബുലേഷൻ തികച്ചും അപ്രതീക്ഷിതമായിട്ട് ആ പൂളിലേക്ക് പതിച്ചതും അകത്തുണ്ടായിരുന്ന ആളുകൾ ചിലരെങ്കിലും ചിതറിയിട്ടുണ്ടാവും. ജി സീക്കിനെയും വിയങ്ങും അതീവ ശ്രദ്ധാപൂർവം പടുത്തുയർത്തിയിരിക്കുന്ന ഒരു ബൗണ്ടറിക്കകത്താ ഉള്ളത്. ബാക്കി ആളുകൾക്ക് അവരുടെ അത്രയും കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് അവർ ശരിക്കും ആ കുളത്തിന് മുകളിൽ കൾട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് അവരുടെ പുറത്തേക്ക് തികച്ചും അപ്രതീക്ഷിതമായി മിന്നലുകൾ പതിക്കുന്നത്. അതേസമയത്ത് താഴ്ന്ന് മുകളിലേക്കുള്ള ആ ടർബുലേഷന്റെ അളവ് കൂടിയിരിക്കുകയാണ്. വൻതോതിൽ തിരകൾ ആളുകളെ എടുത്തുയർത്തി 2 ഭാഗത്തേക്ക് അങ്ങനെ അടിച്ചു തെറിപ്പിക്കുകയാണ്.
ജിൻസൺ ഞെട്ടലൂടെയാണ് ആ കാഴ്ച കാണുന്നത്. അതേസമയത്ത് ആ തിരയടി അങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ താഴെ നീൽഗിരി 7th ലെവലിലേക്ക് ബ്രേക്ക് ചെയ്തു. 7th ലെവലിലേക്ക് ബ്രേക്ക് ചെയ്ത നീല് അവിടെ നിർത്താതെ 8th ലെവലിലേക്ക് കടക്കുകയാണ്. ബ്ലഡ് ഡ്രാഗണും ലിറ്റിൽ ഗോൾഡും നീലിനെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും അവിടെ കൾട്ടിവേഷൻ ആരംഭിച്ചു. ഈ സമയത്ത് നീലിന്റെ പോക്കറ്റിൽ നിന്ന് ആ ബ്ലാക്ക് സ്റ്റോൺ പുറത്തേക്ക് വന്നു. അത് അതിവേഗം ആ ഡ്രാഗൺ പൂളിൽ നിന്ന് എനർജി വലിച്ചെടുത്തു തുടങ്ങി. ഡ്രാഗൺ പൂളിലെ എനർജിക്ക് ബ്ലാക്ക് സ്റ്റോണിന് താല്പര്യമുണ്ടെന്ന് വ്യക്തമാക്കുന്ന ശൈലിയിൽ അതിലേക്ക് ഊർജ്ജം ഇങ്ങനെ ഇരച്ചു കയറുകയാണ്. ഒരു ഭാഗത്ത് ബ്ലഡ് ഡ്രാഗൺ, മറ്റു സ്ഥലത്ത് ആ ലിറ്റിൽ ഗോൾഡ്, മൂന്നാമത് നീൽഗിരി, 4ാമത് ബ്ലാക്ക് സ്റ്റോൺ. 4 എൻറ്റിറ്റികളും ആ ഊർജ്ജം ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ മുകൾ തട്ടിലേക്ക് ഉണ്ടായിരുന്ന ഊർജ്ജത്തിന്റെ അളവ് വൻതോതിൽ കുറയുകയാണ്. പക്ഷെ അത് ആ കുളത്തിനെ എന്തോ ചൊടിപ്പിച്ചു എന്ന് തോന്നുന്നു. ആ കുളത്തിന്റെ വേവ്സിന്റെ അളവങ്ങ് കൂടി. ആ കുളത്തിന്റെ വേവ്സിനെ കുറയ്ക്കാൻ അതിനകത്തുണ്ടായിരുന്ന ഡ്രാഗൺ എനർജിക്ക് കഴിയുമായിരുന്നു എന്ന് തോന്നുന്ന ശൈലിയിൽ ആ വേവ്സ് കരയിൽ വന്ന് ഇടിക്കുന്നതിന്റെ ശക്തി 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. അതിന്റെ ഫലമായി ജിൻഷൻ സിഗ്നയോടും വിയങ്ങിനോടും കരക്കേറാൻ ആവശ്യപ്പെട്ടു. അല്ലെങ്കിലും അവരെ കരയ്ക്ക് കയറിപ്പോയന്. അങ്ങനെ അവരെ പ്രേരിപ്പിക്കുന്ന ശൈലിയിലാണ് ഇപ്പോ ആ തിരകൾ ഇരുഭാഗത്തുമുള്ള ബിൽഡിങ്ങുകളിലേക്ക് ഇടിച്ചു കയറുന്നത്. അതങ്ങനെ ഇടിച്ചു കയറുമ്പോൾ ആ ബിൽഡിങ്ങുകൾ ആ ഫോഴ്സിൽ തകർന്ന് താഴെ വീഴുകയാണ്. ഈ ശൈലിയിൽ ഒരു ആക്ഷൻ ആ പൂളിൽ നിന്ന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ബിൽഡിങ്ങുകൾ തകർന്നു വീഴുന്ന ഒച്ച മലയുടെ താഴെ നിൽക്കുന്ന ആളുകൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോഴാണ് മലയുടെ ചില ഭാഗമൊക്കെ ഇടിയുന്ന ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ മല ഇടിഞ്ഞതും വലിയ ഉരുളൻ കല്ലുകൾ ആ മലയിൽ നിന്ന് ഉരുണ്ട് താഴേക്ക് പാഞ്ഞു വരികയാണ്. ചിലതൊക്കെ ആ പടിക്കെട്ടി കൂടിയാണ് പായുന്നത്. ആകെപ്പാടെ ഒരു ബഹളം. ആ കാഴ്ച കണ്ട ജിൻസൺ സിഗ്നയും വിയങ്ങിനെയും ഉടനെ ആ പ്രകാശവൃത്തത്തിനകത്തേക്ക് കയറ്റി. അയാളുടെ കൂടെയുള്ള 2 സഹായികളും അയാളും ആ 2 പേരുമായി നിമിഷ നേരം കൊണ്ട് അവര് മുകളിൽ നിന്ന് താഴേക്ക് കുതിക്കുകയാണ്. ഈ സമയത്ത് അവർക്കൊപ്പം ഉണ്ടായിരുന്ന ബാക്കി എല്ലാ ആളുകളും കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്ന് വ്യക്തമാണ്. ശരിക്കും സിഗ്നയ്ക്കും വിയങ്ങിനും യഥാർത്ഥത്തിൽ ചുറ്റുപാടും നടന്ന കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ല. അവർ 2 പേരും സ്വയം ഉണ്ടാക്കിയ സെക്ലൂഷനിലായിരുന്നു ഇത്ര നേരം കൾട്ടിവേറ്റ് ചെയ്തത്. താഴെ നീൽഗിരി 7th ലെവലിൽ നിന്ന് 8th കടക്കുമ്പോൾ ആ പൂളിന്റെ ചുറ്റുമുള്ള പ്രകടനം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. വലിയ വലിയ പാറകളൊക്കെ പൊഴിയുന്നതിന്റെ വേഗത കൂടുകയാണ്. അകത്ത് ഡ്രാഗൺ എനർജി കുറയുന്നതനുസരിച്ച് പുറത്തുള്ള പ്രതിഫലനം കൂടുകയാണ്. ഇത് അവിടെ മാത്രമല്ല വാർത്തയായത്. അങ്ങ് അകലെ സാക്ഷൽ ഗ്രീവ്സ് കുടുംബത്തിൽ ഒരു എൽഡർ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഒരു പ്ലേറ്റിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവിടെ ഒരു ഫോർമേഷൻ പ്ലേറ്റ് ഉണ്ട്. ആ ഫോർമേഷൻ പ്ലേറ്റിലോട്ടാണ് അയാൾ നോക്കിയിരിക്കുന്നത്. അയാൾ ആ പ്ലേറ്റ് ചലിക്കുന്ന കാണുന്നുണ്ട്. ആ പ്ലേറ്റ് ചലിക്കുന്ന കണ്ട ആ വൃദ്ധൻ ചാടി എണീറ്റ് ആ പ്ലേറ്റിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഗ്രീവ്സ് കുടുംബത്തിന്റെ ഫാമിലി ഹെഡ് സാക്ഷൽ ഫൂഡോൺ ഗ്രീവ്സ് അങ്ങോട്ടെത്തി. അയാൾ വന്നുടൻ ആ എൽഡറോട് ചോദിച്ചു, എൽഡർ എന്താ സംഭവം? ഏയ് ഫൂഡോൺ, എന്തോ ചിലത് സംഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ കുടുംബവുമായി കണക്ഷനുള്ള ആരോ ഒരാൾ ഒരു ബ്രേക്ക് ത്രൂ നേടിയിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ ഇവിടെ ഇല്ലേ? എല്ലാവരും ഇവിടെയുണ്ട്. ഫുഡം ഒന്നുകൂടെ ആലോചിച്ചേ, ആരെങ്കിലും മിസ്സാണോന്ന്? എൽഡർ, ശരിക്കും ഒരു കുടുംബം മിസ്സാണ്. പണ്ട് ഈ ഫാമിലിയുടെ തലപ്പത്തേക്ക് വരാനായി ഞാനും ആ മനുഷ്യനും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അവസാനം അയാളുടെ ഭാര്യയുമായി ഇവിടുന്ന് വിട്ടുപോവുകയായിരുന്നു. പിന്നീട് അയാൾക്കൊരു പുത്രൻ പിറന്നു. അവന്റെ പേര് ആർതർ എന്നാണ്. ആർതർ വിവാഹം കഴിച്ചത് ഹക്സൻ തലസ്ഥാനത്ത് നിന്നാണ്. അവിടെയുള്ള ഒരു മാർഷൽ ആർട്സ് കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. അവർക്കൊരു പുത്രനാണ് പിറന്നത്. ആ പ്രായമുള്ള മനുഷ്യനും അയാളുടെ ഭാര്യയും ഏകദേശം 10 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടായിരുന്നു. നമ്മുടെ ഈ ഗ്രീവ്സ് കുടുംബത്തിൽ നിന്ന് ചില ആളുകൾ പോയി അവരുടെ ചിതാഭസ്മവും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ പ്രധാന ഹാളിൽ അവർക്കായി ഒരു മണ്ഡപം ഒരുക്കി അതവിടെ മറവ് ചെയ്തിട്ടുണ്ട്. ആർഥറിന്റെ ഭാര്യയും മകനും പിന്നീട് നമ്മളുമായി കോണ്ടാക്ട് ഇല്ലാതായി. ഗ്രീവ്സ് കുടുംബത്തിന്റെ തലവൻ ഫുഡോൺ ഗ്രീവ്സ് അത് പറഞ്ഞതും ആ സീനിയർ ഫുഡോങ്ങിനോട് പറഞ്ഞു, ഫുഡോങ്, നമ്മുടെ ഗ്രീവ്സ് കുടുംബവുമായി രക്തബന്ധമുള്ള ആൾ തന്നെയാണ് ഇന്ന് ബ്രേക്ക് ത്രൂ നേടിയിരിക്കുന്നത്. എനിക്കത് വ്യക്തമായും മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് ആർഥർ ആയിരിക്കും, അല്ലെങ്കിൽ ആർഥറുടെ മകനായിരിക്കും. എന്താ അവന്റെ പേര്? സീനിയർ. അവന്റെ പേര് നീൽഗിരി എന്നാണ്. നീൽഗിരിയോ? അങ്ങനെ ഒരു പേര് നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഇടാൻ പാടില്ല എന്നറിയില്ലേ? സീനിയർ, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അവര് അങ്ങനെയാണ് പേരിട്ടത്. അവൻ പക്ഷെ ഒരു സാധാരണക്കാരനായിരുന്നു. സാധാരണ രക്തമാണ് അവനുള്ളത്. അവനെക്കുറിച്ച് ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. ഫുഡോ, ശരിക്കും നീ ഒന്നുകൂടി അന്വേഷിക്കണം. ഇപ്പൊ തന്നെ ആളെ വിടണം. ആർഥറും ആർഥറുടെ ഭാര്യയും പിന്നെ ആ നീൽഗിരിയും 3 പേരും നമ്മുടെ അന്വേഷണത്തിന് വിധേയമാകണം. അന്വേഷിക്കുമ്പോൾ അവർക്ക് ഈ സംഭവമായി ബന്ധമില്ലെന്ന് തോന്നിയാൽ അവരപ്പോഴേക്കും തട്ടിയേക്ക്. വളരെ കൂളായിട്ടാണ് ആ എൽഡർ ഈ കാര്യങ്ങൾ പറയുന്നത്. ഗ്രീവ്സ് കുടുംബവുമായി കണക്ഷനുള്ള ഒരാള് ആ കുടുംബത്തിന് പുറത്തുണ്ട്. ആ ആള് കുഴപ്പക്കാരനാണോ അതോ നല്ല ആളാണോ എന്ന് തിരിച്ചറിയണം. നല്ല ആളാണെന്ന് തിരിച്ചറിഞ്ഞാൽ അപ്പോഴെങ്ങ് തട്ടുക. കുഴപ്പക്കാരനാണെങ്കിൽ
അവനെ അല്ലാതെയും തട്ടുക. രണ്ടായാലും ആ കുടുംബവുമായി കണക്ഷനുള്ള ആളെ തട്ടാനുള്ള തീരുമാനത്തിലേക്കാണ് അവരെത്തിയിരിക്കുന്നത്. ആ എൽഡർ ഫുഡോങ്ങിനോട് പറഞ്ഞു, ഫുഡോങ്, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് എവിടെയാണെന്ന് ഇതുവരെയും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. സീനിയർ, ആ പ്രായമുള്ള മനുഷ്യനെയും അയാളുടെ ഭാര്യയും നമ്മൾ ഒരുപാട് ടോർച്ചർ ചെയ്തൊക്കെ നോക്കിയിരുന്നു അത് കണ്ടുപിടിക്കാനായി. പക്ഷേ അവർക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെയാണ് ഞങ്ങൾക്കന്ന് മനസ്സിലായത്. നീലിന്റെ ഗ്രാൻഡ്മയും കാര്യമായി ഉപദ്രവിക്കാൻ ഫുഡോങ് ശ്രമിച്ചിരുന്നു എന്നാണ് ഫുഡോങ് ഇപ്പൊ പറയുന്നത്. ശരിക്കും ഉപദ്രവിച്ച് അവരെ കൊന്നിട്ടും അവരുടെ കൈവശമുണ്ടെന്ന് ഫുഡോങ്ങിൻ ടീമും ധരിച്ച രഹസ്യം അവരുമായി പങ്കുവച്ചിട്ടില്ല. ഫുഡോങ്ങിന്റെ ടീം നീലിന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ പിടികൂടുന്നതിന് മുമ്പ് തന്നെ നീലിന്റെ ഗ്രാൻഡ്പ ആ ബ്ലാക്ക് സ്റ്റോൺ ആർതർക്ക് കൈമാറിയിരുന്നു. ആർതറാണ് അത് യഥാർത്ഥത്തിൽ നീലിന് ജന്മദിന സമ്മാനമായി കൊടുത്തത്. ആർതറും ജിയങ് യൂറോങ്ങും നീൽഗിരിയും ആ സമയത്ത് റിവർ സിറ്റിയിലാണ്. എന്നാൽ നീലിന്റെ ഗ്രാൻഡ്പയും ഗ്രാൻഡ്മയും കൊല്ലപ്പെടുന്ന സമയത്ത് അവരുടെ ബോഡി പൂർണ്ണമായും പരിശോധനയ്ക്ക് വിധേയമാക്കിയ കക്ഷികളാണ് ഫുഡോങ്ങിന്റെ ആളുകൾ. അവർക്ക് ഒന്നും കിട്ടിയില്ല. അവരുടെ സ്റ്റോറേജ് റിങ്ങുകളിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇപ്പോ ഫുഡോങ്ങിന് ഓർമ്മയുണ്ട്. ഫുഡോങ്ങും ആ സീനിയറും വളരെ സീരിയസ് ആയി അവിടെ ആ വിഷയം സംസാരിക്കുമ്പോൾ ആ പോളിനകത്ത് നീൽഗിരി വീണ്ടും ബ്രേക്ക് ത്രൂ നേടുകയാണ്. നീല് 8th ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ആ 8th ലെവലിൽ നിന്ന് നീലിങ്ങനെ പോകുന്നത് 9ാമത്തെ ലെവലിലേക്കാണ്. 9ാമത്തെ ലെവൽ ബ്രേക്ക് ചെയ്താൽ നീലിന് സെയിന്റ് കിങ് ലെവലിലേക്ക് കടക്കാം. ആ പരിപാടി അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇപ്പോൾ നീലിന് കാവലായി ആ ബ്ലഡ് ഡ്രാഗണും ലിറ്റിൽ ഗോൾഡും നിൽക്കുകയാണ്. അവരവരുടെ കൾട്ടിവേഷൻ മതിയാക്കിയിട്ടുണ്ട്. പക്ഷെ രണ്ടുപേരുടെ ശരീരത്ത് ഇഷ്ടം പോലെ ആ ഡ്രാഗൺ പൂളിലെ എനർജി നിറഞ്ഞിരിക്കുകയാണ്. അവരുടെ നിപ്പും ഭാവവും ഒക്കെ കണ്ടാൽ ആർക്കും അത് മനസ്സിലാവും. ആർക്കെങ്കിലും ഇട്ട് ഒന്ന് പറ്റിക്കാൻ രണ്ടുപേർക്കും വല്ലാത്ത കൈ ധരിക്കുന്നുണ്ട്. ശരിക്കും അവരുടെ കൈത്തരിപ്പ് അവർ പരസ്പരം അടികൂടിയാണ് ഒരു പരുവത്തിൽ തീർത്തത്. ഈ സംഭവ വികാസങ്ങൾ അറിയാതെ താഴെ കാത്തു നിൽക്കുന്ന ആളുകളുടെ മുന്നിലേക്കാണ് ജിൻസൺ സിക്നയും വിയങ്ങുമായി എത്തുന്നത്. അവരെ മാത്രമേ ആളുകൾ കണ്ടുള്ളൂ, ബാക്കിയുള്ള ആരെയും കണ്ടില്ല. സ്വാഭാവികമായും ബാക്കിയുള്ള ആളുകൾക്ക് അതൊരു വല്ലാത്ത അസ്വസ്ഥയായി. ബാക്കി സെക്ഷൻ ആളുകൾ ഉറക്കെ വിളിച്ചു ചോദിക്കണം, എവിടെ എന്റെ സെക്ഷനിലെ ആളെവിടെ? അങ്ങനെ പലരും ചോദിക്കുമ്പോൾ ലിങ് ആക്ട് സെക്ഷനിലെ ആള് മുന്നോട്ട് വന്ന് ഉറക്കെ ജിൻസനോട് ചോദിച്ചു, മിസ്റ്റർ ജിൻസൺ, നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. നിങ്ങളാണ് എന്റെ സെക്ഷനിലെ യങ് മാസ്റ്ററെ മുകളിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോ നിങ്ങൾ മടങ്ങി വന്നിരിക്കുകയാണ് അവനില്ലാതെ. എന്താ അതിന്റെ അർത്ഥം? ലിങ് ആക്ട് സെക്ഷന്റെ എൽഡർ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചതും ക്ലൗഡ് സെക്ഷന്റെ എൽഡറും മുന്നോട്ട് വന്നു. ആ ഓഷ്യൻ ക്ലൗഡ് സെക്ഷന്റെ എൽഡർ ഉടൻ ജിൻസനോട് പറഞ്ഞു, മിസ്റ്റർ ജിൻസൺ, നിങ്ങൾ എന്റെ സെക്ഷനോടും ആൻസർ പറയണം. എവിടെ എന്റെ യങ് മാസ്റ്റർ? ഞാൻ യങ് മാസ്റ്റർ ഇല്ലാതെ എങ്ങനെ സെക്ഷനിലേക്ക് മടങ്ങും? യങ് മാസ്റ്റർക്ക് എന്താ സംഭവിച്ചത്? അവൻ എവിടെ? അതേ ചോദ്യം തന്നെ ഡാവോ സെക്ഷന്റെ ആ എൽഡറും ചോദിക്കുകയാണ്. മിസ്റ്റർ ജിൻസൺ, നിങ്ങൾ കുറെ കൂടി വ്യക്തമായി കാര്യങ്ങൾ പറയണം. എവിടെ ബാക്കിയുള്ളവർ? ഡാവോ സെക്ഷന്റെ ആ എൽഡർ കുറച്ച് മയത്തിലാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. അയാളുടെ സെക്ഷനെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന കക്ഷിക്ക് ഒന്നും സംഭവിക്കില്ല. ഈ 3 പേരും ചോദ്യം ഉന്നയിച്ചപ്പോൾ മെഡിക്കൽ ഗോഡ് സെക്ഷന്റെ ഡുവൻ ഡീൻ ജോൺസ് ഓടി സിക്കിനോട് അടുത്തെത്തി. സിക്കിനോടായി ഡീൻ ജോൺസ് ചോദിച്ചു, നീലെവിടെ? മാസ്റ്റർ, നീലിനെ ഞാൻ കണ്ടതേയില്ല. ഞങ്ങള് മുകളിൽ എത്തുമ്പോൾ അവിടെ നീൽ ഉണ്ടായിരുന്നില്ല. നീൽ എങ്ങോട്ട് പോയെന്ന് അറിയില്ല. അത് കേട്ടതും വിയങ് പറഞ്ഞു, ഞാൻ കരുതിയത് നീല് നേരത്തെ ഇറങ്ങിക്കാണുമെന്നാണ്. ഹേയ്, നീൽ ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കല്ലേ. നീലിന് ഇതുവഴി മാത്രമല്ലേ ഇറങ്ങാൻ പറ്റൂ. ഷൂ ഹെന്നയും ഓൾഡർ ഷൂവും ഡുവൻ ഡീൻ ജോൺസും ഒക്കെ വളരെ അസ്വസ്ഥരാണ്. നീൽഗിരി അവരുടെ ഏക പ്രതീക്ഷയാണ്. അവൻ താഴെ വന്നിട്ടില്ല. സകലരും വളരെ അസ്വസ്ഥയോടെ ഓരോ കാര്യങ്ങൾ ഡിസ്കഷൻ നടത്തുമ്പോൾ അതുവരെ നിശബ്ദരായിരുന്ന ജിൻസൺ കൈ ഒന്ന് കൊട്ടി. അയാൾ കൈ കൊട്ടിയതും പെട്ടെന്ന് അവിടെ നിശബ്ദമായി. അയാളുടെ ഇടത് കൈ എല്ലാവർക്കും നേരെയും ഒന്ന് ചൂണ്ടുകയാണ്. എന്നിട്ട് അവരോടായി പറഞ്ഞു, ഇവിടെ നിശബ്ദതയ്ക്കാണ് പ്രാധാന്യം. ഇനി ഞാൻ പറയും, നിങ്ങൾ കേൾക്കും. ശരിക്കും ഒരു വിരട്ടൽ ശൈലിയില ജിൻസൺ സംസാരിക്കുന്നത്. അയാൾ ആളുകൾ നിശബ്ദരായതും അവരോടായി പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതാദ്യമായിട്ടല്ല ഞാൻ ജീനിയസുകളെ ഡ്രാഗൺ പൂളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ന് പക്ഷേ ഡ്രാഗൺ പൂളിൽ നിന്ന് എനിക്ക് 2 പേര് മാത്രമേ മടക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അതിന്റെ കാരണം അറിയാവൂ? മിസ്റ്റർ ജിൻസൺ, നിങ്ങൾ അതിന്റെ കാരണം പറയൂ. ഒരാൾ അങ്ങനെ പറഞ്ഞതും ജിൻസൺ അവരോടായി പറഞ്ഞു, അതിന്റെ കാരണം ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയെ അറിയാം. ദോ ആ നിൽക്കുന്ന സെക്ഷനില്ലേ, എന്താ അവരുടെ പേര്? മെഡിക്കൽ ഗോഡ് സെക്ഷൻ. അതെ, അവർ തന്നെ. അവരുടെ കൂട്ടത്തിൽ ഒരുവൻ, അവന്റെ പേര് നീൽഗിരിയോ മറ്റോ ആണ്. അവനാണ് ബാക്കിയുള്ള ആളുകളെ കൊന്നത്. ഇപ്പം അവനും അവിടെ പെട്ടിരിക്കുകയാണ്. നീൽഗിരി ആളുകളെ കൊന്നുവെന്ന് ജിൻസൺ പറഞ്ഞതും സിക്ന പെട്ടെന്ന് ഉറക്കെ പറഞ്ഞു, മിസ്റ്റർ ജിൻസൺ, നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ അവിടെ ഉണ്ടായിരുന്നതാണ്. നീല് ആരെയും കൊല്ലുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഹേയ് സിക്ന, നീ കൾട്ടിവേഷനിൽ മുഴുകിയിരുന്നത് കൊണ്ടാണ് നിന്റെ ശ്രദ്ധയിൽ അതൊന്നും പെടാതെ പോയത്.
നീ സെക്ലൂഷനിലായിരുന്നപ്പോ ചുറ്റും നടന്നത് മറ്റു ചില കാര്യങ്ങളാണ്. ആ നീൽഗിരി കൂടുതലുള്ള ആളുകളെ മുഴുവൻ കൊല്ലുകയായിരുന്നു. അവന്റെ കൾട്ടിവേഷൻ പാത്തായി തീരുമാനിച്ചിരിക്കുന്നത് സ്ലോട്ടറിംഗ് ആണ്, കൂട്ടക്കൊലയാണ് അവന്റെ പാത്ത്. ആ കൂട്ടക്കൊല ഇഷ്ടപ്പെടുന്ന ഒരാൾ ആളുകളെ കൊല്ലാൻ കിട്ടിയാൽ കൊല്ലുക തന്നെ ചെയ്യും. അവൻ അത് തന്നെയാണ് ആ കുളത്തിലും ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും സെക്ലൂഷനിലായിരുന്നതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ട തന്നെ. വിയങ്ങിനെയും സിക്കിനെയും നോക്കി ജിൻസൺ അത് പറയുമ്പോൾ അയാൾ പറയുന്ന കളവാണെന്ന് സിക്കിനയ്ക്കും വിയങ്ങിനും ഒരു തോന്നലുണ്ട്. പക്ഷേ അത് ജിൻസനോട് പറയാൻ അവർ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഡാവോ സെക്ഷനിലെയും ലിങ് ആക്സ് സെക്ഷനിലെയും ഓഷ്യൻ ക്ലൗഡ് സെക്ഷനിലെയും ആ എൽഡേഴ്സ് മെഡിക്കൽ ഗോഡ് സെക്ഷന് മുന്നിലേക്ക് ഓടി എത്തിക്കഴിഞ്ഞു. അവിടെ ഡുവാൻ ഡീൻ ജോൺസ് പെട്ടെന്ന് അയാളുടെ കൂടെയുള്ള ആളുകളുടെ മുന്നിലേക്ക് കയറുന്നു. ഡുവാൻ ഡീൻ ജോൺസ് ശരിക്കും ഫൈറ്റിംഗ് മോഡിലാണ്. ഡുവാനെ നോക്കി ഡാവോ സെക്ഷന്റെ ആ ലീഡർ പറഞ്ഞു, ഡുവാൻ, നിന്റെ മാർഷൽ ആർട്സ് പരിപാടിയൊക്കെ പണ്ടേ ഞങ്ങൾ അവസാനിപ്പിച്ചതാണ്. നീ വീണ്ടും തുടങ്ങി. അതോടുകൂടി പ്രശ്നങ്ങളും ആരംഭിച്ചു. ഡുവാൻ, നിന്റെ ശിഷ്യൻ ആ നീൽഗിരി എന്തൊരു ചെകുത്താനാണ്! എന്തുമാത്രം ആളുകളെ അവൻ കൊന്നിരിക്കുന്നത്! കൊന്നതൊക്കെയോ ഇവിടത്തെ ജീനിയസുകളെ. അവനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ പകരം നീയും നിന്റെ ശിഷ്യന്മാരും ഉണ്ട്. നിങ്ങൾ ഞങ്ങൾ ഇന്ന് അവസാനിപ്പിക്കും. ഡാവോ സെക്ഷനിലെ ആ കക്ഷി മനഃപൂർവ്വമാണ് ആ ഒരു ഡയലോഗ് അങ്ങ് അടിക്കുന്നത്. ഡാവോ സെക്ഷനിലെ സെക്ഷൻ മാസ്റ്റർ മെഡിക്കൽ ഗോഡ് സെക്ഷനെ അവസാനിപ്പിക്കാൻ എന്ത് വില കൊടുക്കാനും റെഡിയാണ്. കിട്ടിയ അവസരം അതുകൊണ്ട് തന്നെ ആ എൽഡറിങ് ഉപയോഗിച്ചതും ലിങ് ആക്സ് സെക്ഷന്റെ ആ എൽഡർ ഡുവാനോട് പറഞ്ഞു, മിസ്റ്റർ ഡുവാൻ ഡി ജോൺസ്, നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. എവിടെ എന്റെ സെക്ഷനിലെ യങ് മാസ്റ്റർ? ഡുവാന് അതിന് എന്ത് മറുപടിയാ പറയാൻ കഴിയുക? അയാൾ ആ ലിങ് ആക്സ് സെക്ഷന്റെ ആ എൽഡറോട് പറഞ്ഞു, ഹേയ്, നിങ്ങൾ എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? നിങ്ങളെപ്പോലെ ഞാനും ഇവിടെ നിൽക്കുകയില്ലായിരുന്നു. അകത്ത് എന്താ സംഭവിച്ചെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല. അകത്ത് എന്ത് സംഭവിച്ചെന്ന് ഇപ്പൊ ഞങ്ങൾക്കറിയാം. മിസ് ജിൻസൺ ആ കാര്യം വ്യക്തമാക്കിയതാണല്ലോ. ജിൻസൺ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു അപ്പീലിന്റെ ആവശ്യമില്ല. അർദ്ധരാത്രി ജിൻസൺ പറയുകയാണ്, ഇപ്പോ നല്ല പ്രകാശമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ഇപ്പോ നല്ല പ്രകാശമുണ്ട്, പകലാണ്. ജിൻസന്റെ വാക്കുകൾക്ക് എതിർവാക്കില്ലാത്ത ഒരു സ്ഥലം. അതാണ് ഇപ്പോ ആ ക്യൂൻസ് പ്ലാസ എന്ന് പറയുന്നത്. ആ ക്യൂൻസ് പ്ലാസയിലെ ആളുകൾക്കൊക്കെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ജിൻസിനെ എതിർക്കാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് ആളുകൾ ജിൻസിനൊപ്പം അങ്ങ് കൂടുകയാണ്. അവർ പലരും ഉറക്കെ പറയുന്നുണ്ട്, മെഡിക്കൽ ഗോഡ് സെക്ഷൻ കാണിച്ചത് ശരിയല്ല. അവരുടെ ആ നൊട്ടോറിയസ് ആയിട്ടുള്ള ആ ചെറുപ്പക്കാരൻ എന്തുമാത്രം ജീനിയസുകളെ കൊന്നത്. പല ഭാഗത്തുനിന്നും ആ ഡയലോഗ് അങ്ങനെ വരുമ്പോൾ ആ 3 എൽഡേഴ്സും അവരുടെ വാള് വലിച്ചൂരി കഴിഞ്ഞു. ഓഷ്യൻ ക്ലൗഡ് സെക്ഷന്റെ നേതാവ് ഡുവാൻ ഡീൻ ജോൺസ് നേരെ വാൾ ചൂണ്ടിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു, ഡുവാൻ ഡീൻ ജോൺസ്, നിന്റെ ശിഷ്യനെ കിട്ടില്ലെങ്കിൽ നിന്നെ ആയാലും ഞങ്ങൾക്ക് മതി. അങ്ങനെ ആ ഓഷ്യൻ ക്ലൗഡ് സെക്ഷനിലെ എൽഡർ പറഞ്ഞതും അവരുടെ ഇടയിലേക്ക് സഷൽ ജി സീക്കുന് അങ്ങ് കയറി. കൂടെ വിയങ്ങും ഉണ്ട്. അവർ രണ്ടുപേരും ശക്തരായ മാർഷൽ ആർട്ടിസ്റ്റുകളാണ്. വിയങ്ങിനെയും സിക്കിനെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. സിക്കിന ഒരുപാട് ലെവലുകൾ മുകളിലാണ്. എന്നാലും വിയങ് കൂടെ നിൽക്കുകയാണ്. സിക്കിന ആ 3 എൽഡേഴ്സിനോടായി പറഞ്ഞു, നോക്ക്, നീൽഗിരിയും നിങ്ങളും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് നീൽഗിരിയുമായിട്ട് നിങ്ങൾ തീർക്കണം. മെഡിക്കൽ ഗോഡ് സെക്ഷനിലെ സെക്ഷൻ മാസ്റ്ററെയോ അദ്ദേഹത്തിന്റെ ശിഷ്യരെയോ തൊടാൻ നിങ്ങൾക്ക് ഒരു അർഹതയുമില്ല. സിക്കിന അത് പറഞ്ഞതും ഡാവോ സെക്ഷന്റെ ആ എൽഡർ പറഞ്ഞു, സിക്കിന, നീ ജീനിയസ് ആണ്, അത് ഞങ്ങളും അംഗീകരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് നീയാണ് മിടുക്കി എന്ന് കരുതരുത്. ജൂനിയർ ലെവൽ നീ ശരിക്കും ശക്തി തന്നെയാണ്. പക്ഷേ ഇത് കളി സീനിയേഴ്സിനോടാണ്. സിഗ്ന, നിന്നെ അവസാനിപ്പിച്ചിട്ടാണെങ്കിലും ആ ഡീൻ ജോൺസിനെയും അവന്റെ സെക്ഷനെയും ഞങ്ങൾ തീർക്കുക തന്നെ ചെയ്യും. ഡാവോ സെക്ഷന്റെ ആ എൽഡറുടെ വാക്കുകൾക്ക് വല്ലാത്ത ക്ലാരിറ്റി ഉണ്ട്. അയാള് വ്യക്തമായിട്ടും ആ കാര്യം സൂചിപ്പിച്ചതും സിഗ്ന അതേ വ്യക്തതയോടെ മറുപടി പറഞ്ഞു, മെഡിക്കൽ ഗോഡ് സെക്ഷൻ തൊടാൻ ആര് ശ്രമിച്ചാലും അവര് എന്റെ ഈ വാളിന്റെ ചൂടറിയും. അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഫൈറ്റിംഗ് മോഡിൽ നിൽക്കുകയാണ്. വലത് കൈയിൽ വാളും ഇടത് കൈ ഒരു പ്രത്യേക ആക്ഷനോട് കൂടി അവൾ അങ്ങനെ നിൽക്കുമ്പോൾ വിയങ് അവളെ അനുകരിച്ച് അതേ ശൈലി നിൽക്കുകയാണ്. ആ 2 യുവതികളും ആ അറ്റാക്കിംഗ് മോഡിലേക്ക് കടക്കുമ്പോൾ 3 എൽഡേഴ്സിന്റെ മുഖങ്ങൾ ഒന്ന് കറുത്തിട്ടുണ്ട്. അവർക്ക് 3 പേർക്കും ദേഷ്യമുണ്ട്. പക്ഷെ സിക്ന ജി സെക്ഷന്റെ ആളാണ്. അവളെ തൊട്ടാൽ ജി സെക്ഷനിലെ ആളുകൾ അവർക്ക് എതിരാകുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇവള് തന്റെ പ്ലാനിലെ പൊളിക്കുമെന്നൊരു തോന്നൽ ഡാവോ സെക്ഷന്റെ ആ എൽഡർക്കും ഉണ്ട്. ശരിക്കും അയാള് ആ ജിൻസൺ ഇളക്കി വിട്ട സംഭവത്തെ ഒന്ന് കാര്യമായി ഉപയോഗിക്കുകയാണ്. മെഡിക്കൽ ഗോഡ് സെക്ഷനെ അവസാനിപ്പിക്കാൻ കിട്ടുന്ന ഏതൊരവസരവും ഉപയോഗിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആ ഡാവോ സെക്ഷന്റെ എൽഡറുടെ മുഖത്ത് പെട്ടെന്ന് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അയാള് സിക്കിനോട് പറഞ്ഞു, സിക്കിന, നീ ജി സെക്ഷനിലേക്ക് പൊയ്ക്കോ. അങ്ങനെ ആ ഡാവോ സെക്ഷന്റെ എൽഡർ പറയുമ്പോഴേക്കും സിക്കിനുടെ ഇടത് കൈയിൽ ഒരു ആള് പിടിച്ചു കഴിഞ്ഞു. സിഗ്ന അമ്പരപ്പോടെ തന്നെ ഇടത് കൈ പിടിച്ചിരിക്കുന്ന ആളെ നോക്കുമ്പോൾ അവള് ആ ആളെ കണ്ടു.
അത് അവളുടെ സീനിയറാണ്. അവളെ ആയോധന വിദ്യകൾ പഠിപ്പിക്കുന്ന ആ എൽഡർ അവളുടെ കയ്യിൽ പിടിച്ചതും അവള് അമ്പരപ്പോടെ ആ ലേഡിയോട് പറഞ്ഞു, എൽഡർ കീ, ഇവര് കാണിക്കുന്ന കണ്ടില്ലേ, ഈ സിഗ്ന അറിഞ്ഞ കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ട്. നീൽഗ്രി അവിടെ ആ ഡ്രാഗൺ പൂൾ തകർന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഏതാണ്ട് കൺഫേം ആണ്. നിനക്ക് നീലിനോടാണ് അടുപ്പം. ആ നീല് മരിച്ച സ്ഥിതിക്ക് ഇനി നീ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ആ എൽഡർ കീ പറയുമ്പോൾ സിഗ്ന അവിടെ കൈ വെടിവെക്കാൻ ശ്രമിക്കുന്ന ആ നിമിഷത്തിൽ എൽഡർ കീ അവിടെ വലത് കൈ സിഗ്നയുടെ തലയിലേക്ക് തൊട്ടു. നെറ്റിയിൽ കൃത്യം ആ കൈ പതിഞ്ഞതും അവരുടെ കയ്യിലിരുന്ന ഒരു ലോക്കറ്റ് അവിടെ ആ നെറ്റിൽ സ്പർശിക്കുകയും ചെയ്തു. സിഗ്നയെ മയക്കാനായി അവര് കയ്യിൽ കരുതുന്ന ആ പ്രത്യേക ലോക്കറ്റ് പെട്ടെന്ന് തന്നെ സിഗ്നയെ ഏതാണ്ട് ബന്ധിപ്പിച്ചതുപോലായി. സിഗ്നയുടെ ബോധമനസ്സും കണ്ണുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾക്ക് അവളുടെ ആഗ്രഹത്തിനനുസരിച്ച് ബോഡി ചലിപ്പിക്കാൻ പറ്റില്ല. അവളെ വളരെ കൂളായിട്ട് ആ എൽഡർക്ക് അവിടെ നിന്ന് പൊക്കിയെടുത്ത് ഷോൾഡർ ഇട്ടുകൊണ്ട് ആ കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോ വി അങ്ങ് ഒറ്റയ്ക്കാവുകയാണ്. സിഗ്ന പോയി കഴിഞ്ഞതും വി അങ്ങനെ ഒന്ന് നോക്കിയിട്ട് മെഡിക്കൽ ഗോഡ് സെക്ഷനിലെ ഡുവൻ ഡി ജോൺസ് മുന്നോട്ട് ഒരൊറ്റ കുതിപ്പ്. അറ്റാക്കാണ് ബെസ്റ്റ് ഡിഫൻസ് എന്ന് കൃത്യമായി അറിയാവുന്ന ഡുവൻ ഡി ജോൺസ് മുന്നോട്ട് കുതിക്കുമ്പോൾ അയാൾ ശരിക്കും ആകാശത്തിലേക്ക് അങ്ങ് പൊങ്ങിക്കഴിഞ്ഞു. ആകാശത്തിലേക്ക് പൊങ്ങിയ ഡുവൻ ഡി ജോൺസ് അടുത്ത പക്ഷത്ത് താഴേക്ക് പാഞ്ഞു വരുമ്പോൾ അയാളുടെ കയ്യിലെ ആ വാള് വളരെ തിളങ്ങിയാണ്. ആ വാളിനൊപ്പം ഒരു സോഡ് എനർജി ഉള്ളതുകൊണ്ട് ആ സോഡ് എനർജി അവിടെ ഒരു വലിയ സോഡ് സ്ട്രൈക്ക് തന്നെ നടത്തി. ആകാശത്ത് നിന്ന് താഴേക്ക് ശക്തമായ ഒരു വെട്ട്. ആ വെട്ട് താഴെ പതിക്കുന്നതിന് മുമ്പ് ആ 3 പേരും ഡുവൻ ഡി ജോൺസിനെ ഒന്നിച്ച് നേരിട്ട് കഴിഞ്ഞു. നീലിന്റെ ആ മാസ്റ്ററുടെ ശക്തിയെ പ്രതിരോധിക്കാൻ കപ്പാസിറ്റിയുള്ള 3 എൽഡേഴ്സ് ആണ് ഇപ്പോ ഡുവൻ ഡീൻ ജോൺസുമായി ഏറ്റുമുട്ടുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിൽ ഡീൻ ജോൺസിന് ആ 3 പേരെയും തോൽപ്പിക്കാൻ പറ്റും. പക്ഷെ 3 പേരും കൂടെ ഒരുമിച്ച് ഡീൻ ജോൺസിനെ അറ്റാക്ക് ചെയ്തപ്പോൾ ഡീൻ ജോൺസ് ശരിക്കും ഡിഫൻസിലായി. പക്ഷേ അതിശക്തമായ ഒരു ഫൈറ്റ് അവിടെ ആ ഡിഫൻസിലായിട്ടും നടക്കുകയാണ്. ഡീൻ ജോൺസന്റെ പുറകിൽ നിൽക്കുന്ന ഹെന്നെയോ ഓൾഡ് ഷൂനെയോ തൊടാൻ ആരെയും അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഡുവൻ ഡീൻ ജോൺസ് അറ്റാക്ക് നടത്തുന്നത്. ഡുവൻ ഡീൻ ജോൺസ് ആ 3 എൽഡേഴ്സുമായി ഏറ്റുമുട്ടുമ്പോൾ അതൊരു സമാനതകളില്ലാത്ത ഫൈറ്റായി ആളുകൾക്ക് തോന്നുകയാണ്. ശരിക്കും ആ 4 പേരും ഏതാണ്ട് ഒരുപോലെ ഉള്ള ആളുകളാണെന്ന് പറയാം. പക്ഷെ 3 പേര് ഒരു വശത്തും ഡീൻ ജോൺസ് മറുഭാഗത്തായിട്ടും ഡീൻ ജോൺസ് വിട്ടുകൊടുക്കുന്നില്ല എന്നാണ് സത്യം. പക്ഷെ ഇതിനിടയിൽ ഡീൻ ജോൺസിന് പരിക്കേൽക്കുന്നുണ്ട്. ഡീൻ ജോൺസിന്റെ പുറകിൽ നിൽക്കുന്ന ആ ഷൂവിനും അതുപോലെ ഹെന്നയ്ക്കും പരിക്കേൽക്കുന്നുണ്ട്. ഹെന്നയ്ക്കും ഷൂവിനും പരിക്കേൽക്കാനുള്ള കാരണം അവിടെയുള്ള ബാക്കി സെക്ഷനുകാർ പുറകെ കൂടി ആക്രമണം തുടങ്ങിയതാണ്. 3 അതിശക്തരായ സെക്ഷനുകൾ ചേർന്ന് മെഡിക്കൽ ഗോഡ് സെക്ഷനെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഭാഗമാകുന്നതാണ് മെഡിക്കെന്ന് അറിയാവുന്ന ആളുകളാണ് സ്നീക്ക് അറ്റാക്കുകൾ അതിനിടയിൽ കൂടെ നടത്തുന്നത്. ദുർബലരായ ആ 2 പേരെയും അറ്റാക്ക് ചെയ്ത് ഡീൻ ജോൺസിന്റെ ശ്രദ്ധ മനഃപൂർവ്വം അവർ തെറ്റിക്കുകയാണ്. ശരിക്കും അത് ഡീൻ ജോൺസിനെയും ബാധിക്കുന്നുണ്ട്. അവർ 2 പേരെയും രക്ഷിക്കാൻ വേണ്ടി ഡീൻ ജോൺസ് അതിവേഗം അവരുടെ അടുത്തേക്ക് ഓടിയെത്തുമ്പോൾ തൊട്ടു പുറകിൽ നിന്ന് ഡീൻ ജോൺസ് അറ്റാക്ക് ചെയ്യപ്പെടും. അങ്ങനെയാണ് ഡീൻ ജോൺസിന്റെ പുറത്തേക്ക് മുറിവുകൾ ഉണ്ടായത്. നേർക്കുനേരുള്ള ഫൈറ്റിൽ ഡീൻ ജോൺസിനെ തോൽപ്പിക്കാൻ അവർ ഇത്തിരി പാടുപെടും. പക്ഷേ ഈ എൽഡർ ഷൂവിനെയും അതുപോലെ ഷൂ ഹെന്നെയും രക്ഷിക്കാൻ അവിടെ മുന്നിലേക്ക് ഓടിയെത്തേണ്ട ബാധ്യത മെഡിക്കൽ ഗോഡ് സെക്ഷന്റെ ആ ഡുവൻ ഡീൻ ജോൺസിനുണ്ട്. അദ്ദേഹം അങ്ങനെ വീണ്ടും ഓടി വരുന്ന കണ്ടതും ഷൂ ഹെന്നെയും അതുപോലെ എൽഡർ ഷൂവും ഡീൻ ജോൺസിനോട് പറഞ്ഞു, മാസ്റ്റർ ഞങ്ങളെ വിട്ടേക്ക്. അങ്ങനെ അവർ പറയുമ്പോഴേക്കും ഡുവൻ ഡീൻ ജോൺസിന്റെ മുകളിൽ അതിശക്തമായ 3 വാളുകൾ പതിച്ചു കഴിഞ്ഞു. 3 വശത്തൂടെ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ആ വാളുകൾ പതിച്ചു. എന്നിട്ടും ഡുവൻ ഡീൻ ജോൺസ് തന്റെ കയ്യിലുള്ള വാൾ ഉപയോഗിച്ചും ബോഡി ഉപയോഗിച്ചും ആ അറ്റാക്കുകൾ തടയ്ക്കുകയാണ്. പക്ഷേ അതിനിടയിൽ ഡുവൻ ഡീൻ ജോൺസ് തെറിക്കുമ്പോൾ അയാളുടെ പുറത്തുനിന്ന് രക്തം ചീറിത്തെറിക്കുന്നത് ആളുകൾക്ക് കാണാം. ഡുവൻ ഡീൻ ജോൺസ് തെറിച്ചു വീണതും അവിടേക്ക് ഓൾഡ് ഷൂവും അതുപോലെ ഹെന്നയും ഓടിയെത്തി. അവർ 2 കൂടി ഒരു പരുവത്തിൽ ഡീൻ ജോൺസിനെ എടുത്ത് പൊക്കാൻ ശ്രമിക്കുമ്പോൾ ഡീൻ ജോൺസിന് തറന്ന് പോകാൻ പറ്റുന്നില്ല. അത്ര പരിക്ക് അയാളുടെ ബോഡിയിൽ ഏറ്റിരിക്കുകയാണ്. ശരിക്കും അയാളുടെ നെഞ്ചിന്റെ അവിടെ നിന്ന് തുടങ്ങി വയറുവരെ എത്തുന്ന ശൈലിയിൽ ഒരു വെട്ട് കൃത്യമായിട്ടും അയാളുടെ ബോഡി പതിച്ചിട്ടുണ്ട്. അയാളുടെ പുറത്തുണ്ടായിരുന്ന ആ കവചമെല്ലാം അതുവഴിക്ക് കീറിപ്പോയിരിക്കുകയാണ്. മുതുകിലും അതേ സമയത്ത് വെട്ട് വീണിരിക്കുകയാണ്. 3 ഭാഗത്തോടെയുള്ള അറ്റാക്കിൽ ഒരെണ്ണമേ ഡുവൻ ഡി ജോൺസിന് തടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 2ഉം അയാളുടെ പുറത്ത് തന്നെ വീണു. അയാളത് പുറത്ത് ഏറ്റുവാങ്ങിയില്ലായിരുന്നെങ്കിൽ ആ നിമിഷത്തിൽ ഓൾഡ് ഷൂവും അതുപോലെ ഷൂ ഹെനയും കൊല്ലപ്പെട്ടനെ. അവരെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുക്കാൻ ഡുവൻ ഡി ജോൺസ് മനഃപൂർവ്വം ശ്രമിച്ചതാണ്. തന്റെ അവസാന ശ്വാസം വരെ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പോരാടുമെന്നുള്ള ഒരു മാസ്റ്ററുടെ ഉറച്ച തീരുമാനമാണ് യഥാർത്ഥത്തിൽ നമ്മളവിടെ കാണുന്നത്. ഡുവൻ ഡി ജോൺസ് തെറിച്ചു വീണതും ആ 3 സംഘം ഒന്ന് ചിരിച്ചു.
ഹേയ് ഡുവാൻ ഡീൻ ജോൺസ് മെഡിക്കൽ ഗോഡ് സെക്ഷന്റെ ആക്ടിവിറ്റി മെഡിസിനുമായി കണക്ട് ആണ്. അതൊക്കെ ചെയ്ത് അവിടെയൊക്കെ കഴിയുന്നതിന് പകരം മാർഷൽ ആർട്സ് പഠിപ്പിക്കാനും മാർഷൽ ആർട്സ് പഠിക്കാനും ഒക്കെ നീ ഇറങ്ങിയാൽ അന്ത്യം ഇതുപോലെ ആയിരിക്കും. തൊടാൻ പാടില്ലാത്ത ആളുകളെ കയറി തൊടുക, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇതുപോലൊരു മരണം നീ മുൻകൂട്ടി കാണണമായിരുന്നു. ശരിക്കും പരിക്ക് പറ്റി എണീക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന ഡുവാൻ ഡീൻ ജോൺസ് നോക്കി ആ മൂവർ സംഘത്തിന്റെ തലവൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ഡാവോ സെക്ഷനിലെ ആ എൽഡർ പറഞ്ഞു, ഏയ് ഡീൻ ജോൺസ്, ഇവിടെ നീ അവസാനിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഡാവോ സെക്ഷന്റെ ആ എൽഡർ തന്റെ വാളുയർത്തി മുന്നോട്ട് കുതിക്കുമ്പോൾ ഡീൻ ജോൺസിനെ താങ്ങി പിടിച്ചിരുന്ന ഹെന്ന ഡീൻ ജോൺസിനെ തറയിൽ കിടത്തിയിട്ട് മുന്നോട്ട് ഒരൊറ്റ കുതിപ്പ്. സെയിം ടൈമിൽ ഓൾഡ് ഷൂവും മുന്നോട്ട് കുതിച്ചു. അവർ രണ്ടുപേരും ഡീൻ ജോൺസിനെ പ്രൊട്ടക്ട് ചെയ്ത് മുന്നിൽ കയറി അങ്ങ് നിൽക്കുകയാണ്. അവരെ കണ്ടതും ആ ഡാവോ സെക്ഷന്റെ എൽഡർ ഒന്ന് ചിരിച്ചു. സാരമില്ല, നിങ്ങളെയും ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ആകാശത്തേക്ക് ചാടി ഉയർന്ന് വാളൊന്ന് ഉയർത്തി ആ നിമിഷത്തിൽ പുറകിൽ വൻ ശബ്ദം. ആ ഡ്രാഗൺ പൂൾ ഉണ്ടായിരുന്ന മല ഒരു വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുന്നതാണ് തിരിഞ്ഞ് നോക്കുമ്പോൾ അയാൾ കാണുന്നത്. കാതടപ്പിക്കുന്ന ശബ്ദത്തോടു കൂടി ആ മല അങ്ങ് തകരുകയാണ്. ആ മല തകരുന്നതിനിടയിൽ ആ മലയുടെ മുകൾ ഭാഗത്തുണ്ടായിരുന്ന കൂറ്റൻ പാറകൾ താഴേക്ക് അതിവേഗം പാഞ്ഞു വരികയാണ്. പടിക്കെട്ടുകളും ചിതറുകയാണ്. 100 പടിക്കെട്ടുകളുടെ എൻഡിലാണ് ആ പൂളുള്ളത്. ആ പൂളും അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ അങ്ങനെ ചിതറുമ്പോൾ വെള്ളം കുത്തി ഒലിക്കുകയാണ്. പക്ഷെ ഭാഗ്യത്തിന് ഈ ആളുകൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമും ആ മലയും തമ്മിൽ നല്ല ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിന്റെ ഭാഗത്തായി ഒരു വലിയ അരുവി പോലെ ഒരു തോടുമുണ്ട്. ആ മലയ്ക്ക് ചുറ്റുമായി വൃത്താകൃതിയിൽ ഒരു തോട് നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. മുകളിൽ നിന്ന് പാഞ്ഞു വരുന്ന ആ പാറകളും അതുപോലെ മണ്ണും വെള്ളവും ഒക്കെ നേരെ വന്നു വീഴുന്നത് ആ തോട്ടിലേക്കാണ്. അത് നിറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്നുള്ള ബാക്കി സാധനങ്ങൾ ഈ പ്ലാറ്റ്ഫോമുകളിലേക്ക് വരും. ആകെപ്പാടെ ഒരു ബഹളം. ആ ഡ്രാഗൺ പൂൾ ഉണ്ടായിരുന്ന മല ആ ശൈലിയിൽ പൊട്ടിത്തകരുമെന്ന് ഒരാളും ധരിച്ചില്ല എന്ന് വ്യക്തം. സകലരും സ്റ്റക്കായി അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ശബ്ദം എല്ലാരും കേൾക്കുകയാണ്. എന്റെ മാസ്റ്റർ തൊടാൻ ആരാ നിന്നെ അനുവദിച്ചത്? വളരെ മുഴക്കമുള്ള ആ ശബ്ദം സകല ആളുകളിലേക്കും അങ്ങനെ എത്തുമ്പോൾ ഹെന്നയുടെയും ഓൾഡ് ഷൂവിന്റെയും മുഖത്ത് 1000 സൂര്യന്മാർ ഒന്നിച്ച് ഉദിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ പ്രകാശം കടന്നു വരികയാണ്. അവർക്ക് നല്ല പരിചയമുള്ള ആ ശബ്ദമാണ് അവർ കേട്ടത്. അത് ആരുടെ ശബ്ദമാണെന്ന് അവർക്ക് ഏത് ഉറക്കത്തിലും വിളിച്ചു പറയാൻ പറ്റും. അതെ, അത് നീൽഗിരിയുടെ ശബ്ദമാണ്. നീലിന്റെ ശബ്ദം അങ്ങനെ ഉറക്കെ കേട്ടതും അവര് ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കുമ്പോഴേക്കും ഒരു മനുഷ്യൻ ആ മലയിൽ നിന്ന് ഒരൊറ്റ കുതിപ്പിന് ആ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. നീലിന്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള ആ കുതിപ്പ് വളരെ കൂളായിട്ട് ഇവിടെ താഴെ ആ പ്ലാറ്റ്ഫോമിൽ ലാൻഡ് ചെയ്യുന്നതിലേക്ക് എത്തി. ഹെന്നയ്ക്കും അതുപോലെ ഓൾഡ് ഷൂവിന് മുന്നിലായി അങ്ങനെ വന്നു നിന്ന് നീല് അവർക്കെതിരെ വാള് ചുരുട്ടി പിടിച്ചിരിക്കുന്ന ആ മൂവർ സംഘത്തെ കണ്ടു. ആ ക്ലൗഡ് ഓഷൻ സെക്ഷനിലെയും ലിങ്ക് ആക്ട് സെക്ഷനിലെയും അതുപോലെ ഡാവോ സെക്ഷനിലെയും 3 എൽഡേഴ്സും അവിടെ ആക്റ്റീവായി നിൽക്കുകയാണ്. ലിങ്ക് ആക്സസ് സെക്ഷന്റെ ലീഡറുടെ കയ്യിൽ നീളമുള്ള ഒരു ആക്സ ഉള്ളത്. ക്ലൗഡ് സെക്ഷന്റെയും ഡാവോ സെക്ഷന്റെയും ആ എൽഡേഴ്സിന്റെ കയ്യിലുള്ളത് വാളുകളാണ്. അവർ 3 പേരും ഏതാണ്ട് സ്റ്റക്കായി അങ്ങനെ നിൽക്കുകയാണ്. നീൽഗിരിയാണ് അവരുടെ സംഘത്തിലെ യങ്സ്റ്റേഴ്സിനെ കൊന്നതെന്നാണ് ജിൻസൺ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നീലിനെ കണ്ടപ്പോ ആ 3 പേരുടെയും ദേഷ്യം അങ്ങ് ഇരട്ടിച്ചു. അവര് ദേഷ്യത്തോടെ നീലിനെ നോക്കുമ്പോൾ നീല് അവരെ മൈൻഡ് പോലും ചെയ്യാതെ ഓൾഡ് ഷൂവിനോടും ഹെന്നയോടും ചോദിക്കണം, എന്താ പറ്റിയേ? അങ്ങനെ നീല് ചോദിക്കുമ്പോഴാണ് അവർക്കിടയിലൂടെ നീൽ ആ കാഴ്ച കാണുന്നത്. അവന്റെ മാസ്റ്റർ താഴെ തറയിൽ കിടക്കുകയാണ്. അത് കണ്ടതും നീല് ഓടി മാസ്റ്റർ അടുത്തെത്തി. മാസ്റ്റർ എന്താ പറ്റിയേ? ഹേയ് നീൽ, കുഴപ്പമൊന്നുമില്ല. നീൽ എത്തിയല്ലോ, അത് മതി. നീൽ എത്രയും പെട്ടെന്ന് നീ ഇവരുമായി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ. ഞാൻ യുവമാരോട് പിടിച്ചു നീക്കുക. അങ്ങനെ മാസ്റ്റർ പറഞ്ഞതും നീല് ഒരു ചുവന്ന നിറത്തുള്ള പിൽസ് എടുത്ത് ഡുവാൻ ഡീൻ ജോൺസിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ആ പിൽസ് ഡുവാൻ ഡീൻ ജോൺസിന്റെ വായിൽ തൊട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് അതിന്റെ ആ ഔഷധഗന്ധം മനസ്സിലാവുകയാണ്. അദ്ദേഹം ഒന്നുമില്ലെങ്കിൽ മെഡിക്കൽ ഗോഡ് സെക്ഷന്റെ സെക്ഷൻ മാസ്റ്റർ ആണല്ലോ. ആ ഗുളികയ്ക്ക് വല്ലാത്തൊരു കപ്പാസിറ്റി ഉണ്ടെന്ന് അതങ്ങോട്ട് ലയിക്കുമ്പോൾ ഡുവാൻ ഡീൻ ജോൺസിന് മനസ്സിലായി. ഡുവാൻ ഡീൻ ജോൺസിനെ അവിടെ ചാരി ഇരുത്തിന് ശേഷം ഹെന്നയോടും ഓൾഡ് ഷൂവിനോടും അദ്ദേഹത്തെ നോക്കാൻ പറഞ്ഞിട്ട് നീല് മുന്നോട്ട് കയറി. നീല് കയറുമ്പോൾ ഡുവാൻ ഡീൻ ജോൺസ് നീലിനോട് വിളിച്ചു പറയുന്നുണ്ട്, നീൽ അവരോട് ഏറ്റുമുട്ടാൻ പാടാണ്. അങ്ങനെ ഡുവാൻ ഡീൻ ജോൺസ് പറയുമ്പോഴേക്കും നീല് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. നീലിന്റെ മുന്നിൽ ആ 3 എൽഡേഴ്സ് നിൽപ്പുണ്ട്. അവർ 3 പേരും ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. ആ കൂട്ടത്തിൽ ശരിക്കും ചൂടൻ ആ ലിംഗ് സെക്ഷന്റെ കക്ഷിയാണ്. ലിംഗ് ആക്ട് സെക്ഷന്റെ ആ കക്ഷി അയാളുടെ കയ്യിലിരിക്കുന്ന നീളമുള്ള മഴുവുമായി മുന്നോട്ട് ഒരൊറ്റ കുതിപ്പ്.
നീൽഗിരി, നീ എന്റെ സെക്ഷന്റെ സ്വപ്നമാണ് തല്ലിക്കെടുത്തിയത്. നീ ഞങ്ങളുടെ ജീനിയസിനെ കൊന്നു. അയാൾ പറയുന്നത് ശരിക്കും നീലിന് വ്യക്തമായില്ലെങ്കിലും നീലും മുന്നോട്ട് കുതിച്ചിരുന്നു. മുന്നോട്ട് കുതിക്കുന്ന നീലിന്റെ വലത് കൈയിലെ മുഷ്ടി ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. നീലും ആ ലിങ്ക് സെക്ഷന്റെ എൽഡറും തമ്മിലുള്ള അകലം കുറഞ്ഞതും ആ ലിങ്ക് സെക്ഷന്റെ എൽഡർ അയാളുടെ മഴ കൊണ്ട് ആഞ്ഞൊരൊറ്റ വെട്ട്. ആകാശത്ത് നിന്ന് താഴേക്ക് ആ മഴ ഇങ്ങനെ പാഞ്ഞു വരുമ്പോ അതൊരു വല്ലാത്ത പ്രഭയാണ് ഉണ്ടാക്കുന്നത്. ആ നിമിഷത്തിൽ ആ മഴുവിലേക്ക് നീൽഗിരി ആഞ്ഞൊരൊറ്റ ഇടി. ശക്തമായ മഴുവിലേക്ക് ആരെങ്കിലും സ്വന്തം കൈകൊണ്ട് ഇടിക്കുന്നത് അവിടെ നിൽക്കുന്ന ആരെയും കണ്ടിട്ടില്ല എന്നാണ് സത്യം. ആ ഇടി കാണുന്ന ഏതൊരാൾക്കും അറിയാം ആ ഇടിക്കുന്ന ആള് തീർന്നു. കാരണം ആ മഴുവിന്റെ പ്രകാശം അവരുടെയൊക്കെ കണ്ണ് മഞ്ഞളിപ്പിച്ചു എന്ന് പറയാം. നീലിന്റെ അതിശക്തമായ ഇടിക്ക് ആ മഴുവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും ആ മഴു നീലിനെ കഷ്ടമാക്കി മുറിക്കുമെന്നും 100% ആളുകൾക്ക് ഉറപ്പാണ്. പക്ഷേ ആ കൈയും മഴുവും തമ്മിൽ കൂട്ടുമുട്ടിയപ്പോ ലിങ്ക് സെക്ഷന്റെ ആ എൽഡറുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭയമുണ്ടായി. അയാള് ഞെട്ടലോടെയാണ് ആ കാഴ്ച കാണുന്നത്. അയാളുടെ മഴു മെഴുകി തകർത്ത് വീഴും പോലെ ഇതാ തകരുകയാണ്. നീലിന്റെ ഒറ്റ ഇടിക്ക് ആ മഴു തകർന്ന് അതിന്റെ പിടിയും തകരുകയാണ്. ഭയന്നുപോയ ആ എൽഡർ അമ്പരപ്പോടെ ആ ഇടിയുടെ ആഘാതം തന്റെ കയ്യിലേക്ക് പടരുന്നത് മനസ്സിലാക്കുമ്പോഴേക്കും നീൽഗിരി അയാളുടെ തൊട്ടു മുന്നിൽ എത്തിക്കഴിഞ്ഞു. തൊട്ടു മുന്നിൽ നീൽ എത്തുമ്പോൾ നീലിന്റെ ഇടത് മുഷ്ടിയും മുറുക്കി പിടിച്ചു കഴിഞ്ഞു. തന്നെ തകരുന്ന വലത് കൈയിലേക്ക് അയാൾ നോക്കുമ്പോഴേക്കും നീലിന്റെ ഇടത് കൈ അയാളുടെ നെഞ്ചിലേക്ക് പാഞ്ഞു കയറി. നീല വലത് കൈ കൊണ്ടും ഇടത് കൈ കൊണ്ടും ഓരോ പഞ്ചാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ രണ്ട് പഞ്ചുകൾക്കിടയിൽ സമയം തീരെ ഇല്ലായിരുന്നു എന്നതാണ് സത്യം. വലത് കൈ കൊണ്ടുള്ള പഞ്ച് ആ മഴുവിൽ പതിച്ച് അടുത്ത നിമിഷം ഇടത് കൈ കൊണ്ടുള്ള പഞ്ച് അയാളുടെ നെഞ്ചിലും പതിക്കുകയായിരുന്നു. ആ നിമിഷത്തിൽ സകല ആളുകളുടെയും മുഖത്ത് വല്ലാത്തൊരു ഞെട്ടലുണ്ടായി. ആ രണ്ടാമത്തെ പഞ്ചിൽ അയാളുടെ നെഞ്ചും കൂടെ തകർന്നു. ഒറ്റ ഇടിക്ക് അയാളുടെ നെഞ്ച് തകർന്ന് തരിപ്പണമായതും അവിടുന്ന് രക്തം 4 പാടും ചിതറി. കുറെ രക്തം നീലിന്റെ ആ ഡ്രസ്സിന് മുകളിലാണ് വീണത്. ആ മനുഷ്യൻ അങ്ങനെ ചിതറി തെറിക്കുമ്പോൾ അവിശ്വസനീയമായ എന്തോ കണ്ടതുപോലെ ഒരു ഭയം തൊട്ടു പുറകിൽ നിൽക്കുന്ന ക്ലൗഡ് ഓഷൻ സെക്ഷന്റെ ആ എൽഡർക്കും അതുപോലെ ഡാവോ സെക്ഷന്റെ ആ എൽഡർക്കും ഉണ്ട്. അതേ അമ്പരപ്പ് കാണികൾക്കൊക്കെയുമുണ്ട്. വിയങ്ങ് വാ വിളിച്ചു പോവുകയാണ്. നീൽ എപ്പോഴാ ഇത്രയും ശക്തി നേടിയത്? ജി സിക്ന അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളും ആ ചോദ്യം അറിയാതെ ചോദിച്ചു പോയനെ. ജീലിനും ഈ കാഴ്ച കണ്ടു. അവളുടെ ചേച്ചി സിക്നയെ എൽഡർ കീ കൊണ്ടുപോയപ്പോ അവർക്കൊപ്പം പോകാതെ ജീലിൻ നീലിന് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോഴാണ് അവൾ ഈ കാഴ്ച കാണുന്നത്. മെഡിക്കൽ കോഡ് സെക്ഷന്റെ പ്രശ്നത്തിൽ അവർക്ക് ഇടപെടണമെന്നുണ്ടായിരുന്നു. പക്ഷേ സിക്നയുടെ ആ എൽഡർ അവര് ആ വിഷയത്തിൽ ഇടപെടില്ല എന്ന് തീർത്തു പറഞ്ഞു പോയത് കൊണ്ടാണ് ജീലിൻ ആകെ വെട്ടിലായത്. ഇപ്പൊ അവള് സാക്ഷാൽ നീൽഗിരിയുടെ അവിസ്മരണീയമായ ആ പ്രകടനം കാണുകയാണ്. അവളുടെ വായിൽ ഇപ്പോഴും ചിപ്സ് ഉണ്ട്. ആ ചിപ്സ് ഇറക്കണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയത്തിലാണ് സാക്ഷാൽ ജീലിൻ. അവൾ വാ പൊളിച്ച് നിൽക്കുമ്പോൾ നീൽഗിരി ആ ക്ലൗഡ് ഓഷൻ സെക്ഷന്റെ ലീഡർക്ക് നേരെ തിരിഞ്ഞു. എന്റെ മാസ്റ്റർ തൊടാൻ നിനക്കാരാ അധികാരം നൽകിയത്? ആ ചോദ്യം നീല് ചോദിച്ചതും നീല് മുന്നോട്ട് കുതിച്ചതും ഒരേ നിമിഷത്തിലാണ്. നീൽഗിരി ഇപ്പോഴും ആയുധം കയ്യിലെടുത്തിട്ടില്ല. തന്റെ ഈ കൈ മതി എതിരാളിയെ നേരിടാനെന്ന് തീരുമാനിച്ച് ഉറച്ചാണ് നീല് മുന്നോട്ട് ചാടുന്നത്. ശരിക്കും നീലിന്റെ ബോഡിക്കുള്ളിൽ ആ ഡ്രാഗൺ പൂൾ എനർജി ഉണ്ട്. ആ ഡ്രാഗൺ പൂൾ എനർജി നീലിന്റെ ബോഡിയിൽ നിന്ന് നഷ്ടമാകുന്നതിന് മുമ്പ് അതൊന്ന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നീല് ആ എൽഡർക്ക് നേരെ യഥാർത്ഥത്തിൽ കുതിക്കുന്നത്. അപകടം മണത്ത ആ എൽഡർ അയാളുടെ വാളുമായി ചാടി ഉയർന്ന് അയാളുടെ കയ്യിലുള്ള ലോക്കറ്റ് പൊട്ടിച്ച് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ശക്തി സംഭരിച്ചുകൊണ്ട് താഴേക്ക് കുതിച്ച് പാഞ്ഞു വരികയാണ്. ഒറ്റവെട്ടിന് ജീനിയസ് ആയ നീൽഗിരിയെ രണ്ടായി മുറിക്കാനുള്ള കരുത്ത് ആ മനുഷ്യനുണ്ട്. അയാളെ താഴേക്ക് എങ്ങനെ പാഞ്ഞു വരുമ്പോൾ നീൽഗിരി തറയിലൊന്ന് ആഞ്ഞു ചവിട്ടിട്ട് മുകളിലേക്ക് കുതിച്ചു കഴിഞ്ഞു. അവർ രണ്ടും മുഖാമുഖം കണ്ടുമുട്ടുമ്പോഴേക്കും നീലിന്റെ വലത് കൈ അൺബിലീവബിൾ വേഗതയിൽ ആ മനുഷ്യന്റെ തല ലക്ഷ്യമാക്കി മൂവ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഈ സമയത്താണ് ആ ക്ലൗഡ് ഓഷൻ സെക്ഷന്റെ എൽഡറുടെ വാള് നീലിന്റെ കഴുത്ത് ലക്ഷ്യമായി വരുന്നത്. നീലിന്റെ കഴുത്തിനടുത്തേക്ക് വരുമ്പോൾ നീല് ഒഴിഞ്ഞു കഴിഞ്ഞിരുന്നു. അതിനിടയിൽ നീലിന്റെ വലത് കൈ ആ മനുഷ്യന്റെ തലയിൽ പതിക്കുകയും ചെയ്തു. ഒരു ചെറിയ കറുത്ത കലത്തിൽ കാലുകൊണ്ട് നമ്മൾ ശക്തമായി അടിച്ചാൽ ആ കറുത്ത കലം ചിതറിപ്പോകുന്നത് പോലെ നീലിന്റെ വലത് കൈ ആ ക്ലൗഡ് ഓഷൻ സെക്ഷന്റെ എൽഡറുടെ തലയെ പതിച്ചതും ആ തല മാത്രം അങ്ങ് ചിതറി. ഈ സമയത്ത് അയാളുടെ വലത് കൈയിലെ ആ വാള് അതിന്റെ മൂവ്മെന്റ് പൂർത്തീകരിക്കുന്നതേ ഉള്ളൂ. ആ മൂവ്മെന്റിന് ഇടയിലായിരുന്നു യഥാർത്ഥത്തിൽ നീൽഗിരിയുടെ കഴുത്തുണ്ടായിരുന്നത്.
നീൽഗിരിയുടെ കഴുത്ത് പോയിട്ട് ബോഡിയുടെ ഒരു രോമത്തിൽ പോലും ആ വാള് തൊടുന്നതിന് മുന്നേ അയാളുടെ തല അങ്ങ് ചിതറുകയായിരുന്നു. ഈ കാഴ്ച കാണുന്ന മുഴുവൻ ആളുകളും ആ വിഷ്വലിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. വായുവിൽ ഒരു തല ചിതറുകയാണ്. ആ തല ഇരുന്ന ബോഡിയിലെ കൈ ആ സമയത്തും ചലിക്കുകയാണ്. മറക്കാനാവാത്ത ഒരു വിഷ്വൽ. ശരിക്കും ആ സമയത്ത് ആളുകൾ ശ്വസിക്കുന്നില്ല എന്നാണ് സത്യം. അവരുടെ ശ്വാസം നിലച്ചതുപോലെയാണ്. ജിൻഷന്റെ കണ്ണ് ശരിക്കും തള്ളിയിട്ടുണ്ട്. നീൽഗിരി ഒരു കുഴപ്പക്കാരനാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. പക്ഷെ അവൻ ഇത്ര ശക്തനാണെന്ന് അയാൾ തീരെ കരുതിയിരുന്നില്ല. ശരിക്കും ആ രംഗം അയാൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ജിൻസൺ ആ രംഗത്തിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ നീൽഗിരി താഴെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. നീലിന്റെ കാലുകൾ തറയിൽ പതിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ശബ്ദം അവിടെ കേൾക്കുന്നത്. അടുത്ത നിമിഷത്തിൽ ഒരു ശബ്ദത്തോടെ ആ ഡെഡ് ബോഡിയുടെ ബാക്കി ഭാഗങ്ങൾ താഴേക്ക് വീണു. സകലരും ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് അറിയാതെ മാറിപ്പോവുകയാണ്. തലയില്ലാത്ത ആ കബന്ധം, അവരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഭയം വാക്കുകൾക്ക് അതീതമാണ്. ശരിക്കും ഒരു വിറയൽ പല ആളുകൾക്കുമുണ്ട്. മെഡിക്കൽ ഗോഡ് സെക്ഷനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച സെക്ഷനുകളൊക്കെ ഒത്തിരി പുറകോട്ട് മാറിക്കഴിഞ്ഞു. തങ്ങള് ചെയ്യാൻ പാടില്ലാത്തതാ ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ ഗോഡ് സെക്ഷൻ നീൽഗിരി അംഗമായ സെക്ഷനാണ്. ആ സെക്ഷനെയാണ് തങ്ങൾ തൊട്ടിരിക്കുന്നത്. നീൽ വിവരം അറിഞ്ഞാൽ പിന്നെ അവരുടെ സെക്ഷൻ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. അങ്ങനെ തോന്നൽ ആ പല സെക്ഷനുകൾക്കും ഉണ്ട്. ശരിക്കും ഭയം അതാണ് ഏറ്റവും വലിയ വികാരം. ഭയം ആളുകളെ ഗ്രസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയപ്പെടുത്താൻ ആളുകൾക്ക് പറ്റിയാൽ അവരാണ് വിജയി. നീല് അക്ഷരാർത്ഥത്തിൽ അവിടെ മുഴുവൻ ആളുകളിലേക്കും ഭയം വിതറിയിരിക്കുകയാണ്. നീല് ഒന്ന് തിരിഞ്ഞതും ആ ഡാവോ സെക്ഷന്റെ ആള് ഓടി ജിൻസിന്റെ പുറകിൽ ഒളിച്ചു. അവനറിയാം അടുത്തത് അവനാണെന്ന്. ജിൻസിന്റെ പുറകിൽ ഒളിക്കുമ്പോൾ ആ മനുഷ്യൻ ജിൻസിനോട് പറയുകയാണ്, മിസ്റ്റർ ജിൻസൺ, ദയവായി എന്നെ രക്ഷിക്കണം. അവന് ഭ്രാന്താണ്. അവൻ ആളുകളെ കൊല്ലുന്നുണ്ടല്ലേ. മിസ്റ്റർ ജിൻസൺ, നിങ്ങളുടെ ശക്തി ഉപയോഗിച്ച് നിങ്ങൾ അവരെ കൊല്ലൂ. ശരിക്കും ഒരു റിക്വസ്റ്റ് കം ഉപദേശമാണ് ജിൻസനോട് ആ ഡാവോ സെക്ഷന്റെ ആള് പറഞ്ഞത്. നീൽഗിരി ആ കാഴ്ചയിലേക്ക് നോക്കുമ്പോൾ ജിൻസൺ 2 സ്റ്റെപ്പ് മുന്നോട്ട് കയറി. ജിൻസൺ 2 കൈകളും അയാളുടെ പുറകിലേക്ക് കെട്ടി. ഏയ് നീൽഗിരി, നീ ശരിക്കും എന്നെ വല്ലാതെ അതിശയിപ്പിച്ചിരിക്കുകയാണ്. നീ ചെയ്തിരിക്കുന്നത് മുഴുവൻ ക്രൈമുകളാണ്. നീ ഇവിടുത്തെ നിയമങ്ങളെ തെറ്റിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിന്നെ ശിക്ഷിക്കാൻ ഞാൻ നിർബന്ധിതനാണ്. മിസ്റ്റർ ജിൻസൺ ഈ കുള്ളൻ മലനിരകളിൽ ഒരു വല്ലാത്ത പ്രതിഭാസമായി നിലനിൽക്കുന്ന വ്യക്തിയാണ്. അയാള് ഒരു ഇതിഹാസമാണെന്ന് അയാളുടെ അനുയായികൾ പറയാറുമുണ്ട്. ഇതിഹാസ തുല്യനായ ജിൻസൺ ഇത് വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നീൽഗിരി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അത് കേട്ടതും നീല് ഡാവോ സെക്ഷനിലെ ആ എൽഡറോട് പറഞ്ഞു, നീ എന്റെ കൈ കൊണ്ട് മരിക്കേണ്ടവരാണ്. നീ എവിടെ ഒളിച്ചാലും നീ എന്റെ കൈ കൊണ്ട് മരിക്കുക തന്നെ ചെയ്യും. ജിൻസന്റെ തൊട്ടുപുറയിൽ നിൽക്കുന്ന ആ മനുഷ്യനെ നീല് കൊല്ലുമെന്ന് പറഞ്ഞപ്പോ ജിൻസന് ശരിക്കൊരു അമ്പരപ്പുണ്ടായി. ജിൻസൺ നീലിനോട് പറഞ്ഞു, ഹേയ് നീൽഗിരി, ഡാവോ സെക്ഷന്റെ എൽഡറെ ഞാൻ സംരക്ഷിക്കുകയാണ്. ഇനി അവനെ തൊടാൻ ഒരാൾക്കുമാകില്ല. പിന്നെ നീ ശിക്ഷ ഏറ്റുവാങ്ങും. നീ മാത്രമല്ല, നിന്റെ മെഡിക്കൽ ഗോഡ് സെക്ഷനും ശിക്ഷ ഏറ്റുവാങ്ങാൻ പോവുകയാണ്. അങ്ങനെ ജിൻസൺ പറഞ്ഞതും നീല് ജിൻസനോട് പറഞ്ഞു, ഏയ് ജിൻസൺ, നിങ്ങളുടെ നിയമങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് വെച്ചാൽ മതി. ഇവിടെ ഡാവോ സെക്ഷന്റെ ആ എൽഡറെ കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കൊന്നിരിക്കും. അതിനെ തനിക്ക് നിങ്ങൾക്കല്ല ഒരാൾക്കും കഴിയില്ല. ജിൻസന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ആ ഡയലോഗ് പറയാൻ ഈ ഭൂമിയിൽ ഒരാൾ ഉണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്ന് വ്യക്തം. അത് നമുക്ക് ആളുകളുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം. ജിൻസന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ജിൻസന്റെ ആ ക്യൂൻസ് പ്ലാസയിൽ ഈ ഒരു ഡയലോഗ് ആരാ പറയുക? സാക്ഷാൽ ജീലിൻ പോലും ആ ഡയലോഗ് ഇട്ട് വാ പൊളിച്ച് നിൽക്കുകയാണ്. വിശ്വസിക്കാനാവാത്ത ഡ്രമാറ്റിക് സീനുകളാണ് നീൽഗിരി ജീലിന് മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നത്. വിയങ്ങിനും വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. നീലിനെ രക്ഷിക്കാൻ വേണ്ടി വന്നാൽ തന്റെ ബോഡി ആ ഫിനിഷ് ബ്ലഡ് കോഡ് ഫിസിക്കിന് ഒരിക്കൽ കൂടി ഹാൻഡ് ഓവർ ചെയ്യുമെന്ന് തീരുമാനിച്ച് ഉറച്ചിരിക്കുകയാണ് ഇപ്പോൾ വിയങ്. വിയങ് 2 കൽപ്പിച്ചാണ്. വിയങ് 2 കൽപ്പിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ജിൻസൺ അയാളുടെ കൈ ഒന്ന് ഉയർത്തി. അയാളുടെ കൈ ഉയരുമ്പോൾ അയാളുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. ആ പുഞ്ചിരിയുടെ അർത്ഥം അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് ഏതാണ്ട് മനസ്സിലാക്കുമ്പോഴേക്കും അയാൾ ഉയർത്തിയ ആ കൈയുടെ മുകളിലായി ഒരു മാന്ത്രിക കൈ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ഒറ്റ അടിക്ക് നീൽഗിരിയെ എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ജിൻസൺ. ജിൻസൺ ആ കൈ എങ്ങനെ ഉയർത്തിയതും നീല് ആ കൈ താഴ്ന്നു വരുന്നത് കാത്തു നിൽക്കാതെ മുന്നോട്ടൊരൊറ്റ കുതിപ്പ്. മുന്നോട്ട് കുതിക്കുന്ന നീല് തന്റെ ബോഡിയിലെ എല്ലാ സംവിധാനങ്ങളും ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. അഷൂർ ഡ്രാഗൺ ഫാൻറ്റം എന്ന അതിവേഗത
സ്റ്റെപ്പിന് ആക്ടിവേഷൻ കൊടുത്ത നീൽഗിരി ബോഡിക്ക് ചുറ്റുമായി ലൈഫ് റൂണും അതുപോലെ ഡ്രാഗൺ പവറും ഒക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സമയത്ത് ലിറ്റിൽ ഗോൾഡ് അല്പം മാറി ഒരു മൂലയിൽ ഇരിക്കുകയാണ്. അത് നല്ല ഉറക്കത്തിലാണെന്ന് പറയാം. അകത്ത് ഒത്തിരി സ്റ്റണ്ടൊക്കെ നടത്തിയതുകൊണ്ട് ശരിക്കും ലിറ്റിൽ ഗോൾഡിന് ക്ഷീണമുണ്ട്. എന്നാൽ നീലിന്റെ ബോഡിക്കുള്ളിലെ ബ്ലഡ് ഡ്രാഗൺ ശരിക്കും തിളയ്ക്കുന്നുണ്ട്. അവസാന നിമിഷത്തിൽ വേണ്ടി വന്നാൽ ബ്ലഡ് ഡ്രാഗണെ നീല് രംഗത്തിറക്കും. പക്ഷെ ഇപ്പോൾ നീല് ബ്ലഡ് ഡ്രാഗന്റെ പവറും ലൈഫ് റൂണിന്റെ പവറും അതുപോലെ ഡിവൈൻ ലൈറ്റനിങ്ങിന്റെ പവറും ഒരുമിച്ച് എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ആ ഫാൻറ്റം ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഫാൻറ്റം ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്ത് നീല് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ നീലിന്റെ കയ്യിൽ ആ ഡ്രാഗൺ സ്ലൈങ് സോഡുണ്ട്. മിന്നലുകൾ അതിവേഗം അങ്ങനെ മിന്നുമ്പോൾ നീല് മുന്നോട്ട് കുതിക്കുകയും താഴോട്ട് പാഞ്ഞു വരുന്ന ആ മാന്ത്രിക കൈയെ ആഞ്ഞ് വെട്ടുകയും ചെയ്തു. നീൽഗിരിയുടെ അതിശക്തമായ ആ സ്ട്രൈക്ക് ആ കൈയെ ഒന്ന് മുറിച്ചും തോന്നിയെങ്കിലും നീല് പുറകോട്ട് തെറിച്ചു. നീലിന് തൊടാൻ കഴിയുന്ന ശൈലിയിൽ ഉള്ള ഒരു കഥാപാത്രമല്ല ജിൻസൺ എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ജിൻസനും ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറി. ജിൻസന്റെ മുഖത്ത് ഭയങ്കര അതിശയം. ഒരു സെയിന്റ് ലെവൽ യോദ്ധാവാണ് നീൽഗിരി. നീലിനെ കണ്ടാൽ അറിയാം സെയിന്റ് ലെവലിലെ 9th സ്റ്റേജിൽ അവൻ എത്തിയെന്ന്. പക്ഷെ അവൻ തന്നെ പുറകോട്ട് തെറിപ്പിച്ചിരിക്കുകയാണ്. ജിൻസനും അവനും തമ്മിലുള്ള അകലം വളരെ വളരെ വലുതാണ്. എന്നിട്ടും അവൻ തന്നെ പുറകോട്ട് തെറിപ്പിച്ചിരിക്കുകയാണ്. ഇവനെ വളരാൻ അനുവദിച്ചാൽ നാളെ പണി തനിക്ക് തന്നെ കിട്ടും. അങ്ങനെ തോന്നിയതും ജിൻസൺ കൈയൊന്നുയർത്തി. ആ നിമിഷത്തിൽ അയാളുടെ കയ്യിൽ ഒരു വാള് പ്രത്യക്ഷപ്പെട്ടു. ഒരുപാട് ആളുകളെ അയാൾ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു ഗ്രീൻ സോഡ് അയാളുടെ കയ്യിലേക്ക് വന്നു. ആ ഗ്രീൻ സോഡ് കണ്ടതും ആളുകളുടെ ഭയം നമുക്ക് വിസിബിൾ ആയിട്ട് തന്നെ കാണാം. ആളുകളൊക്കെ വിറച്ചുകൊണ്ട് പുറകോട്ട് മാറുകയാണ്. ആ ഗ്രീൻ സോഡിന്റെ ആ വീശലിൽ അവരാരും പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ആളുകൾ പുറകോട്ട് മാറുകയാണ്. നീൽഗിരി ഇപ്പോൾ ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ എത്തിയിരിക്കുകയാണ്. നീലിനേക്കാൾ വളരെ വളരെ ശക്തനാണ് ജിൻസൺ എന്ന് 100% ഉറപ്പാണ്. ജിൻസന്റെ ആ പച്ച സോഡിന് അതിൻ്റെതായ ഒരു പവറുമുണ്ട്. നീല് പക്ഷേ ഡ്രാഗൺ സ്ലൈങ് സോഡ് കയ്യിലെടുത്തിരിക്കുകയാണ്. നീലിനും ഈ കക്ഷിക്കുമിടയിൽ നല്ലൊരു ഗ്യാപ്പുണ്ട്. രണ്ടുപേരും അവരവരുടെ ശക്തി ആ വാളുകളിലേക്ക് പതുക്കെ കേന്ദ്രീകരിച്ചു തുടങ്ങി. നീല് ലൈഫ് റൂണിലൂടെയും ഡിവൈൻ ലൈറ്റ്നിങ്ങിലൂടെയും ബ്ലഡ് ഡ്രാഗൺ പവറിലൂടെയും ആ വാളിലേക്ക് പവർ കൊണ്ടുവരികയാണ്. അതേസമയത്ത് നീല് ഇപ്പോൾ സെയിന്റ് ലെവലിലെ 9th സ്റ്റേജുകാരനായതുകൊണ്ട് അതിൻ്റെതായ ഒരു പവറുമുണ്ട്. അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നീല് ഒരു അവസാന സ്ട്രൈക്കിന് ശ്രമിക്കുകയാണ്. ജിൻസൺ നീലിനെതിരെ വാള് ചൂണ്ടിക്കൊണ്ട് നീലോട് പറഞ്ഞു, നീൽഗിരി, നിനക്ക് ഒരു കാര്യത്തിൽ അഭിമാനിക്കാം. എൻ്റെ ഈ ഗ്രീൻ സോഡ് അങ്ങനെ എല്ലായ്പ്പോഴും ഞാൻ പുറത്തെടുക്കാറില്ല. ഈ ഗ്രീൻ സോഡ് കൊണ്ട് മരിക്കാൻ നിനക്ക് യോഗമുണ്ടായതിൽ നിന്റെ ജാതകത്തിന് എന്തോ ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും നിന്നെപ്പോലെ ഒരാള് എൻ്റെ ഗ്രീൻ സോഡിന് ഇരയാകില്ലായിരുന്നു. ഒരു ചീള കേസാണ് നീൽഗിരി എന്ന് പറയാതെ പറയുകയാണ് സാക്ഷാൽ ജിൻസൺ. അങ്ങനെ പറഞ്ഞ ജിൻസൺ അടുത്ത നിമിഷത്തിൽ കുതിക്കുകയും ചെയ്തു. അയാളെ കുതിക്കുമ്പോൾ അയാളും ആ വാളും ഒരുമിച്ച് ഒന്നാകുന്ന പോലൊരു ഫീല്, ആ വേഗത അയാൾക്കുണ്ട്. ശരിക്കും അയാൾ വാളിലൂടെ ഇങ്ങനെ കുതിച്ച് പാഞ്ഞു വരുമ്പോൾ അയാളുടെ കയ്യിരിക്കുന്ന ആ പച്ച വാളിന് മുന്നോട്ടുള്ള പ്രയാണം വല്ലാത്തൊരു തരംഗം ഉണ്ടാക്കുകയാണ്. അതേപോലെ തന്നെ മറുഭാഗത്ത് ആ മിന്നലുകൾ സൃഷ്ടിക്കുന്ന വാളുമായി സാക്ഷാൽ നീൽഗിരിയും മുന്നോട്ട് കുതിക്കുകയാണ്. നീല് ഒരു ശ്രമം നടത്തി നോക്കുകയാണ്. പിന്മാറ്റം എന്ന വേർഡ് നീലിന്റെ നിഘണ്ടുവിലില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നീൽ ആ ലൈറ്റനിങ് സോഡുമായി മുന്നോട്ട് അങ്ങനെ കുതിക്കുമ്പോൾ ഇരുഭാഗവും അടുത്ത് വരുന്ന ആ കാഴ്ചയിലേക്ക് ആളുകൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ശരിക്കും ആ ഏറ്റുമുട്ടലിൽ നീൽഗിരി വിജയിച്ചില്ലെങ്കിൽ നീലിനെ സഹായിക്കാനായി ഇതിനിടയിൽ വിയങ് അവളുടെ ബോഡി ആ ഫിനിഷ് ബ്ലഡ് കോഡ് ഫിസിക്കിന് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു. വിയങ്ങിന്റെ ബോഡി സ്വയത്തമാക്കിയ ഫിനിഷ് ബ്ലഡ് മുറുമുറുപ്പോടെ ആ വെന്യൂലേക്ക് നോക്കുകയാണ്. വിയങ്ങിന്റെ അപേക്ഷ അവരുടെ മനസ്സിലുണ്ട്, നീൽഗിരിയെ എങ്ങനെ രക്ഷിക്കണം. അതേസമയത്ത് നീൽഗിരിയെ കിട്ടിയാൽ ആ നിമിഷം കൊല്ലാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ ആ ഫിനിഷ് ബ്ലഡ് വിയങ്ങിന്റെ ബോഡി സ്വയത്തമാക്കിയ ആ നിമിഷത്തിൽ നീൽഗിരിയുടെ വാള് ജിൻസന്റെ വാളുമായി ഒന്ന് കൂട്ടിമുട്ടി. ശരിക്കും ആ രണ്ട് വാളുകളും അന്തരീക്ഷത്തിൽ പരസ്പരം ഒന്ന് കൂട്ടിമുട്ടുന്നതും അവിടെ തീയുടേതായ ഒരു വലിയ പ്രഭാവ വലയം തന്നെ ഉണ്ടായി. ശക്തമായ രണ്ട് വാളുകൾ തമ്മിലുള്ള ആ പ്രഹരം, അതിനോടൊപ്പം ഉണ്ടായ സോഡ് എനർജികളുടെ പ്രഹരം, അതോടൊപ്പമുള്ള സോഡ് ലൈറ്റുകളുടെ പ്രഹരം, അതോടൊപ്പമുള്ള ഓറകളുടെ പ്രഹരം എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് സംഭവിക്കുകയാണ്. തൽഫലമായി ചുറ്റുമുള്ള സകലതും തകർത്തെറിയപ്പെടുകയാണ്. ശരിക്കും ഒരുപാട് റിഫ്ലക്ഷൻ തരംഗങ്ങൾ അവിടെ ഉണ്ടായി. ചുറ്റുമുള്ള കെട്ടിടങ്ങളും പ്ലാറ്റ്ഫോമുകളും ഒക്കെ തകർന്ന് തരിപ്പണമാകുമ്പോൾ ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയില്ല. പൊടിയും മണ്ണും പുകയും തീയും എല്ലാം ആ അന്തരീക്ഷത്തിൽ
അങ്ങ് വന്ന് ഭവിച്ചിരിക്കുകയാണ്. ആ പൊടിപടലങ്ങളൊക്കെ എങ്ങനെ അടങ്ങുമ്പോൾ ആളുകൾ അവിശ്വസനത്തോടെ നീൽഗിരി നിന്ന ഭാഗത്തേക്ക് നോക്കുകയാണ്. നീല് അവിടെ ഉണ്ട്. നീല് ആ ഡ്രാഗൺ സ്ലെയിങ് സോഡിൽ പിടിച്ചിരിക്കുകയാണ്. ശരിക്കും നീലിന്റെ സോഡ് തറയിലൂടെ ഒത്തിരി ഉരഞ്ഞതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ആ ഗ്രീൻ സോഡിലേക്ക് ആഞ്ഞു വെട്ടിയതിനു ശേഷം തറയിൽ വീണ നീല് ദൂരേക്ക് തെറിക്കാതിരിക്കാൻ ആ വാളിൽ ആഞ്ഞു പിടിച്ചിരിക്കുകയാണ്. തൽഫലമായി തറ രണ്ടായി വിണ്ട് കീറിയിരിക്കുകയാണ്. മറുഭാഗത്ത് ആ ഗ്രീൻ സോഡുമായി സാക്ഷൽ ജിൻസൺ നിൽപ്പുണ്ട്. അയാളുടെ ദേഹത്തൊക്കെ മുറിവുകളുണ്ട്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. യങ് മാസ്റ്ററുടെ കഥ ഇതുവരെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.